الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك والباقيات الصالحات خير عند ربك ثوابا وخير أملا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾ, ഈ മഹല്ലിലും മറ്റ് മഹല്ലുകളിലുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളെയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷാഹുൽ നബി തങ്ങളവറുകളെയും എല്ലാ മഹാന്മാരെയും അവരെ സ്നേഹിക്കുന്ന നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ കന്യാണ പ്രദേശത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 25 കൊല്ലത്തിലധികമായി എല്ലാ ഉറൂസുകളിലും എന്ന് തന്നെ പറയാം. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്ന് ഓർമ്മയില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കൂടെ തന്നെയാണ് ഞാൻ അധികവും പങ്കെടുക്കാറുണ്ടായിരുന്നത്. ഈ വർഷമാണ് താജുൽ ഉലമ ഇല്ലാത്ത ഒരു ഉറൂസിൽ വിനീതനായ ഞാൻ പങ്കെടുക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഇസ്മായിൽ ഹാജി, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അതുപോലെയുള്ള ഇവിടുത്തെ മഹല്ല് പ്രസിഡന്റ്, മറ്റ് പ്രായമുള്ളവരും പക്വതയുള്ളവരുമായ ഇവിടെയുള്ള ആളുകളുടെ ക്ഷണം സ്വീകരിച്ച് തങ്ങളവരുടെ കൂടെയാണ് പലപ്പോഴും ഇവിടെ
പങ്കെടുക്കാറുള്ളത്. ഈ വർഷം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇല്ലാത്ത ആദ്യത്തെ ഉറൂസാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ സുന്നി ഫൈസി ഈ മംഗലാപുരം ഭാഗത്ത് ആദ്യമായി എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച ആളാണ്. അദ്ദേഹം ഞാൻ വിദേശത്തുള്ള സമയത്ത് ഒരുപാട് ദിവസങ്ങൾ വിളിച്ചു, കല്യാണ ഉറൂസിന് എങ്ങനെയെങ്കിലും എത്തണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും ഈ ഉറൂസിൽ വന്ന് പങ്കെടുക്കണം എന്ന് ഞാനും ഉദ്ദേശിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഇന്നിവിടെ വരാൻ അവസരം നൽകി. അൽഹംദുലില്ലാ, അല്ലാഹു നമുക്കെല്ലാവർക്കും ദീനിന്റെ ഖിദ്മത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകുമാറാകട്ടെ. നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദും നേരത്തെ ഇവിടെ ആദരിക്കപ്പെട്ട ഉസ്താദും അവരൊക്കെ ഇവിടെ കുറേ വർഷങ്ങളായി ആത്മീയ രംഗത്ത് ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. അല്ലാഹു അവർക്കും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഈ മഹല്ല് ജമാഅത്ത് അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ചു നിന്ന് താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഇന്നേവരെ നീങ്ങുകയും അൽഹംദുലില്ലാ അവിടുന്ന് നമുക്ക് മാതൃകയായി ഉള്ളാളത്ത് അവിടുത്തെ മകനെ ഖാദിയായി നിശ്ചയിച്ച് കാണിച്ചു തന്നു. അതേപോലെ ഇവിടെയും ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ മകനെ ഖാദിയായി അവരോധിച്ച് അതേ നേതൃത്വത്തിൽ വഫാത്തിന് മുമ്പും ശേഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജമാഅത്താണ് ഇത് എന്നതുകൊണ്ട് തന്നെ ഈ ജമാഅത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹവും ആദരവും ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ മനസ്സിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എന്നും നിലനിർത്തി ഖിയാമത്ത് നാൾ വരെ കൊണ്ടുപോകാൻ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. താജുൽ ഉലമയെ ഞാൻ ആദ്യമായി സന്തോഷപൂർവ്വം അവിടുത്തെ പ്രസംഗം കേൾക്കുന്നത് എന്റെ ഓർമ്മയിൽ 1983 കോഴിക്കോട് വെച്ചാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ SSFന്റെ ഒരു വലിയ സമ്മേളനം. ഞാനന്ന് SSFന്റെ ചെറിയൊരു പ്രവർത്തകനാണ്. SSFന്റെ സമ്മേളനത്തിൽ അന്ന് റഹീം സാഹിബ് അദ്ദേഹം സ്വാഗതം പറഞ്ഞു. അങ്ങനെ തങ്ങളവറുകൾ പ്രസംഗിക്കാൻ പറഞ്ഞു, SSFന്റെ കുട്ടികൾ പേടിക്കണ്ട, അവർക്ക് കൂടെ ഞാനുണ്ട്. ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുണ്ടാക്കിയ ദീനീ പ്രവർത്തനങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടാക്കിയ ഒരു വാചകമായിരുന്നു അത്. അതിനുശേഷമാണ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തങ്ങളവറുകളുമായി കൂടുതൽ ബന്ധപ്പെടുകയും തങ്ങളവറുകളുടെ കൽപ്പന പ്രകാരം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും വരികയും തങ്ങളോട് വല്ലതും ചോദിച്ചു പഠിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത്. മഹാനായ തങ്ങളവറുകൾ വലിയ ബറക്കത്തുള്ള തുല്യതയില്ലാത്ത ഒരു വലിയ മഹാനായിരുന്നു. ഞാൻ കാസർഗോഡ് കർണാടക ഭാഗത്ത് വയല് കഴിഞ്ഞ് രാവിലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടു. രാവിലെ പരിശ്രമ എക്സ്പ്രസിൽ ഇങ്ങനെ പോകുമ്പോ അല്ലെങ്കിൽ വേറെ ചില വണ്ടിയിൽ പോകുമ്പോ ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടു. ചെന്ന് നോക്കുമ്പോ തങ്ങളാണ്. തങ്ങളവറുകൾ കോഴിക്കോട് മീറ്റിങ്ങിന് പോവാണ്. വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. അങ്ങനെ ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ ഏകദേശ സ്ഥാപനങ്ങളും തങ്ങളവറുകൾ വന്ന് തറക്കല്ലിട്ട് തന്നതാണ്. ഒരു തറക്കല്ലിടലിന് ഞാൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദ് അവറുകളെയും തങ്ങളെയും ക്ഷണിച്ചു. അവർ രണ്ടുപേരും ലക്ഷദ്വീപിലേക്ക് പോവാണ്. അങ്ങനെ തറക്കല്ലിടൽ കഴിഞ്ഞ് തൊട്ടടുത്ത് സൂപ്പി ഹാജിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരു ഉമ്മ, പ്രായം ചെന്ന ഉമ്മ പറഞ്ഞു, തങ്ങളോട് എനിക്കൊരു സങ്കടം പറയണോ. അപ്പൊ ഞാൻ മെല്ലെ തങ്ങളോട് പറഞ്ഞു, തങ്ങളോടെന്തോ പറയാണ്ട് ഈ പ്രായമുള്ള ഉമ്മാക്ക്. അപ്പൊ എന്താന്ന് ചോദിച്ചു. എന്റെ മകളും ഭർത്താവും തമ്മിൽ തെറ്റാണ്, കുറെ മക്കളുണ്ട്, അവൾ ഇവിടെയാണുള്ളത്, അദ്ദേഹത്തിന്റെ വീട്ടിലാണുള്ളത്.
എത്രയോ കാലമായിട്ട് തെറ്റാണ്, തമ്മിൽ തെറ്റിയിട്ടാ ഉള്ളത്. തങ്ങൾ പറഞ്ഞ് ഇന്ന് നന്നാവുന്ന രാത്രി 9-9:30 മണിക്കാ പറയുന്നത് ഇന്ന് നന്നാവും. ഞാനിങ്ങനെ ആലോചിച്ച് ഇന്നെങ്ങനെ പഠിച്ചവനെ നന്നാകുക, ഒരവസരം വേണ്ടേ. അങ്ങനെ തങ്ങളും ഉസ്താദും പോയി. അപ്പൊ എന്റെ സ്നേഹിതൻ മൂസ എന്ന് പറഞ്ഞ ആളുണ്ട്. അത് തങ്ങൾ പറഞ്ഞില്ലേ ഇന്ന് നന്നാവും, നമ്മളൊന്ന് അയാളെ പോയി കാണാൻ ചോദിച്ചു. അവന് പോകാൻ തന്നെ. അങ്ങനെ ഈ പുതിയ പെണ്ണെ കാണാൻ പോയി. ചെന്ന് നോക്കുമ്പോ ഇയാൾക്ക് 2 ഭാര്യയുണ്ട്. 2 ഭാര്യമാരും വീട്ടിലില്ല, രണ്ടാളേറ്റും തെറ്റാ. ഇയാള് ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. ഞാൻ പോയി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞല്ലേ എന്നാ ഇന്ന് തന്നെ നന്നാണ്. അന്നേരം തന്നെ ആ ഭാര്യയെ കൊണ്ടുപോയി കൂട്ടി അയാളെ കൂടെ അയച്ചു കൊടുത്ത് അന്ന് തന്നെ നന്നാവില്ല, അന്ന് രാത്രി തന്നെ നന്നായി. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നാവിന് അല്ലാഹുതആല കൊടുത്ത ആഫർ. അല്ലാഹുതആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലരും അനുഭവിച്ചിട്ടുണ്ട്. അല്ലാഹുതആല അവരെ നമ്മളെയും സ്വർഗ്ഗത്തിൽ നിർമ്മിച്ചു കൊടുക്കട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ശേഷം ചോദിച്ചു, മാദാ അഅദത ലഹാ, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചത്? അദ്ദേഹം പറഞ്ഞു, മാ അഅദതു ലഹാ ഖിയാമു കസീറു സിയാമി വല സ്വലാ, ഞാൻ കുറേ സുന്നത്ത് നോമ്പും കുറേ സുന്നത്ത് നിസ്കാരമൊന്നും ഖിയാമത്ത് നാളിന് വേണ്ടി ഒരുക്കിയിട്ടൊന്നുമില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, പക്ഷേ ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും പ്രിയം വെക്കുന്നുണ്ട്, അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത അൽ മർഉ മഅമൻ അഹബ്ബ, മനുഷ്യനാരെ സ്നേഹിച്ചോ സ്നേഹിച്ചവന്റെ കൂടെയാണ്, നീ സ്നേഹിച്ചവരുടെ കൂടെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹാബികളായ ഞങ്ങൾക്ക് അന്നത്തതുപോലെ സന്തോഷമുള്ള മറ്റൊരു ദിനം ഇല്ല. കാരണം ഞങ്ങൾക്കാർക്കും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെയോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയോ ആകാൻ കഴിയില്ല. അവരെ പോലെ ഇബാദത്തും സൽക്കർമ്മവും ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങളെല്ലാം അവരെ സ്നേഹിക്കുന്നവരാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ആരെ സ്നേഹിച്ചോ സ്നേഹിച്ചവന്റെ കൂടെയാണെന്ന്. ഞങ്ങൾക്കും അവരെ കൂടെ തന്നെ പങ്കുചേരാൻ ചെന്നു ചേരാൻ സാധിക്കുമല്ലോ. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ, സാധുക്കളായ നമ്മുടെയും അവസ്ഥ. നമുക്ക് മഹാനായ തങ്ങളവറുകളെ പോലെയോ ഇവിടെ മറവ് ചെയ്യപ്പെട്ട ഷാഹുൽ ഹമീദ് തങ്ങളെ പോലെയോ നമ്മൾ ബഹുമാനിച്ചാദരിക്കുന്ന സാലിഹികൾ ഔലിയാക്കളെ പോലെയോ നമ്മളെ കൊണ്ട് സാധ്യവുമില്ല. നമുക്കതുപോലെ വിവരവുമില്ല, അമലുമില്ല, നമ്മുടെ കൈവശത്തിലൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഖൽബിന്റെ അടിത്തട്ടിൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, അവരെ പ്രിയം വെക്കുന്നുണ്ട്. അല്ലാഹുവേ, ആ സ്നേഹത്തിന്റെ പേരിൽ അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഞങ്ങളെ സർവ സദസ്സുകളും സർവ സംരംഭങ്ങളും സർവ സ്ഥാപനങ്ങളും സർവ സംഘടനകളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, വളരെ നേരത്തെ ഇവിടെ എത്താൻ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ പല കാരണങ്ങളാലും എത്താൻ വൈകിപ്പോയി. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ആരും പിരിഞ്ഞു പോകാതെ ഇവിടെ ഇപ്പോഴും കാത്തിരുന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ കാത്തിരിപ്പിന് സ്വർഗത്തിലേക്കുള്ള കാത്തിരിപ്പിന്റെ അളവും നീളവും കുറച്ചു തരണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നിന്റെ സാലിഹ്യങ്ങളോടുകൂടി ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടിമകളാണ്. എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ യജമാനനാണ്. മൂമിനായ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനെയാണ് മുഅ്മിനായ മനുഷ്യൻ സ്നേഹിക്കുന്നത്. കാരണം ഞാൻ പറയേണ്ടതില്ല,
ലോകത്ത് എന്തെല്ലാം സൃഷ്ടികളുണ്ടോ, നമുക്കെന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, അത് മുഴുവനും ചെയ്തു തന്ന രാജാവ് അല്ലാഹു ജല്ല ജലാലുഹു. ആ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അടിമ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധനാകുന്നു. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ജീവിത പരിപാടിയാണ്. വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും ആവശ്യമായ മുഴുവൻ നിർദ്ദേശങ്ങളുമുള്ള തത്വസംഹിതയാണ് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായ ദീൻ അത് അൽ ഇസ്ലാം മാത്രമാണ്. ആ പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ രംഗങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും പരിശുദ്ധ ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്. എല്ലാ വിഷയത്തിലും ഇസ്ലാമിൽ തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പരിപൂർണ മുസ്ലിമായി തീരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു ജൂത പണ്ഡിതനായിരുന്നു. ആ ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിൽ വന്നപ്പോൾ മഹാനവറുകൾക്ക് നേരത്തെയുള്ള ആചാരത്തിന്റെ ഭാഗമായി ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ മനസ്സിന് സംതൃപ്തിയില്ല, ഒട്ടകത്തിന്റെ മാംസം കഴിക്കാൻ സംതൃപ്തിയില്ല. കാരണം ജൂതമതത്തിൽ അത് പാടില്ല. അതേ നിലക്ക് ഇസ്ലാമിൽ വന്നതിന്റെ ശേഷവും ഒട്ടകത്തിന്റെ പാല് കുടിക്കാനും മാംസം തിന്നാനും വിരക്തി തോന്നിയപ്പോൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയ ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു ദഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്താൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കണം. ഭാഗികമായി കടന്നാൽ പോരാ, പരിപൂർണമായി നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കണം. നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടരരുത്. ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയണം ചെറുപ്പക്കാരെ. കാരണം നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്താണത്. ഇസ്ലാമി ഇന്നലനാ മിനൽ ഈനായതി റുക്നൻ ഗൈറ മുൻഹദിമി ലമാദ അല്ലാഹു ദാഇനാ ലി طاعته بأكرم الرسل كنا أكرم الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ലോകത്തിന് മുഴുവനും നേതാവായി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഒരു പ്രസ്ഥാനത്തിനും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല, ലോകത്തൊരു പ്രത്യയശാസ്ത്രത്തിനും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല അങ്ങനെയൊരു നേതാവിനെ. ആ നേതാവ് നമുക്ക് ആവശ്യമുള്ള യാതൊന്നും പഠിപ്പിക്കാതെ വിട്ടേച്ചു പോയിട്ടില്ല. ഏത് കാര്യങ്ങൾ മനുഷ്യന് ദോഷകരമാണോ അത് വിരോധിക്കാതെ ഒന്നും അവിടുന്ന് പോയിട്ടില്ല. ആവശ്യമുള്ളതെല്ലാം നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏത് മോശമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം അവിടുന്ന് വിരോധിച്ചിട്ടുണ്ട്. നബിയു നൽ ആമീറുൻ നഹീഫ ലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു ലാ നഅമീ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കേണ്ട ഒരു കാര്യവും കൽപ്പിക്കാതെ പോയിട്ടില്ല, വിരോധിക്കേണ്ട ഒരു വിഷയവും വിരോധിക്കാതെ പോയിട്ടില്ല.
അവിടുന്ന് ഏത് കാര്യത്തിൽ യേസ് പറഞ്ഞുവോ അത് ഏറ്റവും സത്യമാണ്. അവിടുന്ന് ഏത് വിഷയത്തിൽ നോ പറഞ്ഞുവോ, പാടില്ലെന്ന് പറഞ്ഞുവോ, അത് കൈയൊഴിക്കൽ അനിവാര്യമാണ്. ഇനി ഞാൻ ചെറിയ ഉദാഹരണം പറയട്ടെ സുഹൃത്തുക്കളെ. അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു, നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത്, വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത്. ഇപ്പോൾ ഏകദേശ ഡോക്ടർമാരും ഏകദേശ രോഗത്തിനും കാരണം പറയുന്നത് ഭക്ഷണം വർദ്ധിച്ചുപോയി, ഭക്ഷണം ചുരുക്കണമെന്നല്ലേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ്റിന്റെ 1/3 ഭക്ഷണം കഴിച്ചു, 1/3 വെള്ളം കുടിച്ചു, 1/3 കാലിയാക്കി നിർത്തി. ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായ ഭക്ഷണ രീതിയാണത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് എന്തൊക്കെ വിഷയങ്ങൾ വേണമോ അത് മുഴുവനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബാപ്പ ഉമ്മയെ സ്നേഹിക്കണം, ബാപ്പ ഉമ്മയെ ആദരിക്കണം, ബാപ്പ ഉമ്മയെ ബഹുമാനിക്കണം. ബാപ്പയെയും ഉമ്മയെയും ബഹുമാനിക്കാത്ത മകന് അല്ലെങ്കിൽ മകൾക്ക് ഒരിക്കലും സ്വർഗം കിട്ടൂല. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സ്വന്തം ബാപ്പയും ഉമ്മയും പ്രായമാകുമ്പോൾ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വളരെ മാനമായി, വളരെ ലോലമായി, അവന്റെ മനസ്സിന് സംതൃപ്തി ഉണ്ടാകുന്ന വിധത്തിലല്ലാതെ അവരോട് സംസാരിക്കാൻ പോലും പാടില്ല. കാരണം പ്രായമുള്ള ആളുകൾക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്ന വാക്ക് പറയണം. അവർക്ക് മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന പരുപരുത്ത സ്വഭാവങ്ങളോ സംസാരങ്ങളോ ഒരു മകനിൽ നിന്നും മകളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പ്രായമുള്ള ആളുകൾക്ക് മനസ്സമാധാനത്തിന് എത്ര അനിവാര്യമായ ഒരു ഉപദേശമാണ്. അതേസമയത്ത് ചെറിയ കുട്ടികൾക്ക് അതവോടെ ഗുരുത്വത്തോടെ പഠിക്കാൻ ജീവിക്കാൻ എത്ര ഗുണകരമായ ഒരു ഉപദേശമാണ്. ഇതുപോലെ നിങ്ങൾ അയൽവാസികൾക്ക്, തൊട്ടടുത്ത വീട്ടുകാർക്ക് നന്മ ചെയ്യണം. തൊട്ടടുത്ത വീട്ടുകാർക്ക് ശല്യം ചെയ്യരുത്. നിങ്ങൾ തൊട്ടടുത്ത വീട്ടുകാർക്ക് നന്മ ചെയ്യണം. നിങ്ങൾ പരമാവധി നന്മ ചെയ്യണം. അവിടുന്ന് പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ വന്ന് ഉപദേശിച്ചു. ആ ഉപദേശം തൊട്ടടുത്ത അയൽവാസികൾക്ക് നന്മ ചെയ്യണമെന്ന്. ഇവിടെ എന്താ അയൽവാസികൾക്ക് പറയാം? അയൽവാസി തന്നെ നിരക്കാറ്. നിരക്കാറ്, അതെ, തൊട്ടടുത്ത പേർക്കാര് നിരക്കാറ്. അവർക്ക് ഗുണം ചെയ്യണം, വളരെ ആവശ്യമാണ്. നമ്മൾ തൊട്ടടുത്ത വീട്ടുകാരോട് വെറുപ്പ് വെക്കരുത്, അസൂയ വെക്കരുത്. തൊട്ടടുത്ത വീട്ടുകാരോട് നല്ല പെരുമാറ്റം, അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ചിലർ വലിയ വാശിക്കാരാണ്. തൊട്ടടുത്ത വീട്ടിലേക്ക് ഒരു വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു മണ്ണിന്റെ മതില് ഒന്ന് കുറച്ചൊന്ന് ചെത്തിക്കൊടുക്കാൻ പറഞ്ഞാൽ പോലും ചിലർ അങ്ങനെ വേണ്ട, നടന്നു പോയാൽ മതി. അങ്ങനത്തെ വാശിക്കാര് അങ്ങനെയാകാൻ പാടില്ല. തൊട്ടടുത്ത വീട്ടുകാരോട് വലിയ കടപ്പാടുണ്ട് നമുക്ക്. കുടുംബ ബന്ധം ചേർക്കണം. കുടുംബത്തോട് വലിയ കടപ്പാടുണ്ട്. കുടുംബത്തിന് സന്തോഷം വേണം. ചിലപ്പോ ഒരാൾ കല്യാണം നടത്തുന്നു, ആ കല്യാണത്തിന് ജ്യേഷ്ഠനില്ല, അല്ലെ അനുജനില്ല, അല്ലെ പെങ്ങളില്ല. ആ കല്യാണത്തിന് എന്തൊരു സന്തോഷം ഉണ്ടാകുക. കുടുംബത്തിലുള്ള എല്ലാവരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം. അതിന് ചെറിയ വിഷയങ്ങൾക്കൊക്കെ തല്ലുണ്ടാക്കാൻ പോയി. സുബ്ഹാനല്ലാഹ്, ഏകദേശ കുടുംബവും തെറ്റലെപ്പോഴാ? ഏകദേശ സ്നേഹിതന്മാരും തെറ്റലെപ്പോഴാ? ഏകദേശ ഷെയറുകാരൻ തെറ്റലെപ്പോഴാ? പണത്തുമ്മലെത്തുമ്പോഴാ. പണത്തിന്റെ മുകളിലെത്തുമ്പോഴാണ് ഏകദേശം ആങ്ങളെയും പെങ്ങളും തെറ്റി, ചിലപ്പോ ബാപ്പയും മോനും തെറ്റി, ഉമ്മയും മകളും തെറ്റി, അല്ലേ? പെങ്ങളെ ഭർത്താവും ആങ്ങളെയും തമ്മിൽ, അളിയനും തമ്മിൽ തെറ്റി. ഏകദേശ ആളുകളെയും തെറ്റ് പണത്തുമ്മല് വീണിട്ടാണ് സാധാരണ നമ്മൾ കണ്ടുവരാറ്. ഇപ്പോ കൂടുതൽ സമയം സംസാരിക്കാൻ സമയം ഇല്ല.
ധാരാളം പ്രസംഗത്തിന്റെ CD-കളും DVD-കളും ഒക്കെ ഉണ്ട്. നീണ്ട പ്രസംഗം കേൾക്കേണ്ടവർക്ക് അതൊക്കെ വാങ്ങി കേൾക്കാം. ഡേറ്റ് തന്നെ മാറിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് നീണ്ട പ്രസംഗം നടത്തുന്നില്ല. സൂറത്തുൻ നൂറ് അതിന് ധാരാളം വിഷയങ്ങളുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വമുണ്ട്. ആയിഷ ബീവിയെ സംബന്ധിച്ച് വ്യഭിചാരോപണം പറഞ്ഞവർക്കുള്ള വലിയ കടുത്ത ശിക്ഷ പറയുന്നുണ്ട്. ഒരാളെപ്പറ്റിയും വ്യഭിചാരോപണം പറയാൻ പാടില്ലെന്നും പറഞ്ഞാൽ അവൻ പിന്നെ ഒരു കാലത്തും സാക്ഷിക്ക് പറ്റില്ലെന്നും ഒക്കെ പറയുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. ആ സൂറത്തുൻ നൂറ് ഞാൻ കുറേ ദിവസം സംസാരിച്ചു. 4 DVD-കളുണ്ട്. 150 ഉറുപ്പിക കൊടുത്താൽ കിട്ടും. അതുപോലെ ധാരാളം പ്രസംഗത്തിന്റെ DVD-കളും CD-കളും ഒക്കെ ഉണ്ട്. ഞാൻ ഇപ്പൊ ചുരുക്കി പറയാൻ, പണത്തിന്റെ അടുത്തെത്തുമ്പോഴാണ് മനുഷ്യൻ പലപ്പോഴും തെറ്റിപ്പോവുക. അതുകൊണ്ട് മനുഷ്യൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ധനം, പണം. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയ ജീഫത്തു, ദുനിയാവ് ഒരു ശവമാണ്. വത്വാലിബുഹാ കിലാം, അതിനെ തേടുന്നവൻ അവൻ കൽബുകളിൽപ്പെട്ടവനാണ്. സുബ്ഹാനല്ലാഹ്. എന്നാ സുഹൃത്തുക്കളെ, ഹദീസിൽ തന്നെ പണത്തെയും ധനത്തെയും വളരെ ബഹുമാനിച്ച് പറഞ്ഞത് വേറുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ ഹംസിയിൽ 2 ഹദീസുകളും എടുത്തു വെച്ചുകൊണ്ട് സംയോജിപ്പിച്ച് സംസാരിക്കാൻ. അതായത് ഖുർആനും ഹദീസും നോക്കുമ്പോ ധനത്തെ വളരെ ഇകഴ്ത്തി പറയുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്, ധനത്തെ വളരെ നന്നാക്കി പറയുന്ന സ്ഥലങ്ങളുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ ഒരു സ്ഥലത്ത് ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, ഇവിടെ അൽ ഖൈർ എന്ന് പറഞ്ഞത് ധനത്തെക്കുറിച്ച്. ആ ധനത്തിന് അല്ലാഹ് പേര് വെച്ചതിന് ഖൈർ, നല്ലത്. അപ്പൊ ധനത്തിനെ സംബന്ധിച്ച് അല്ലാഹ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ കുറച്ച് സാധുക്കളായ സഹാബികൾ വന്ന ഒരു ദിവസം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, പണക്കാരൊക്കെ ധാരാളം സദഖ ചെയ്തിട്ട് സ്വർഗം വാങ്ങുക, വലിയ പ്രതിഫലം വാങ്ങുക, ഞങ്ങൾ കൊടുക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ വലിയ സങ്കടത്തിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു നിങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം, 33 അൽഹംദുലില്ലാഹ് ചൊല്ലണം, 33 അല്ലാഹു അക്ബർ ചൊല്ലണം, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ചൊല്ലണം. അങ്ങനെ 100 ദിക്ർ ചൊല്ലണം. എന്നാ നിങ്ങൾക്ക് ആ വലിയ പൈസക്കാര്, പണക്കാര് ധനം കൊടുത്തിട്ട് സമ്പാദിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് ഈ 100 ദിക്ർ കൊണ്ട് സമ്പാദിക്കാൻ കഴിയും. ഞാൻ എല്ലാവരോടും പറയാം, എല്ലാവരും പതിവാക്കണം 100 ദിക്ർ. നിസ്കാരത്തിന്റെ ശേഷം 5 നേരം പതിവാക്കിയാൽ 500 ദിക്റായി. 500 ദിക്റിന് 5000 പ്രതിഫലം ചുരുങ്ങിയത് കിട്ടും. നമ്മുടെ അക്കൗണ്ടിൽ ഒരു ദിവസം 5000 പ്രതിഫലം. അതിനാകെ വേണ്ട 2 മിനിറ്റ്. 2 മിനിറ്റ് കൊണ്ട് 1000 പ്രതിഫലം നമുക്ക് കിട്ടും. വലിയ പണക്കാര് സ്വത്ത് ചെലവഴിച്ചിട്ട് ഉണ്ടാക്കുന്ന പണത്തിന്റെ പ്രതിഫലങ്ങളൊക്കെ വാരിക്കൂട്ടാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞു കൊടുത്തപ്പോ ആ സാധുക്കളായ സഹാബികൾ ആ ദിക്ർ പോയിട്ട് നിസ്കാരത്തിന്റെ ശേഷം പതുക്കെ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി. ഇസ്ലാമിൽ വിവേചനമൊന്നുമില്ലല്ലോ. ഇസ്ലാമിൽ പണക്കാര് വേറെ, സാധുക്കള് വേറെ, അങ്ങനെ ഉണ്ടോ? നിസ്കരിക്കാൻ നിൽക്കുമ്പോ എല്ലാവരും ഒരുപോലെ. 1ാമത്തെ സഫിൽ പൊന്നച്ചവടക്കാര്, 2ാമത്തെ സഫിൽ വെള്ളിക്കച്ചവടക്കാര്, 3ാമത്തെ സഫിൽ തുണിക്കച്ചവടക്കാര്, 4ാമത്തെ സഫിൽ പച്ചക്കറി കച്ചവടക്കാര്. ഇങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? ഇസ്ലാമിൽ ഏത് രാജാവും, ഏത് പണക്കാരനും, ഏത് പാവപ്പെട്ടവനും എല്ലാവരും തോളോട് തോളുരുമ്മി ഒന്നായിട്ട് ഒരേ ഒരു യജമാനൻ, ഒരേ ഒരു രാജാവ്, എല്ലാവരെയും പടച്ചവൻ, എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നവൻ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ, എല്ലാവർക്കും കാഴ്ച നൽകുന്നവൻ, കേൾവി നൽകുന്നവൻ, ആരോഗ്യം നൽകുന്നവൻ, എല്ലാം നൽകുന്ന രാജാവിന്റെ മുമ്പിൽ പണമുള്ളവനും പണമില്ലാത്തവനും, വിവരമുള്ളവനും വിവരമില്ലാത്തവനും, അധികാരമുള്ളവനും അധികാരമില്ലാത്തവനും, ഏത് പാവപ്പെട്ടവനും ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും റബ്ബിന്റെ മുമ്പിൽ എല്ലാവരും അടിമകളല്ലേ? ഒരേപോലെ സഫിൽ അണിനിരന്ന് നിൽക്കുകയല്ലേ? അപ്പൊ ഒന്നിച്ച് നിസ്കരിക്കുമ്പോ പണക്കാരും സാധുക്കളിൽ ഒന്നായിട്ടാണ് നിസ്കാരം. ഇസ്ലാമിൽ വിവേചനമൊന്നുമില്ല. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് സാധുക്കൾ ഇങ്ങനെ ദിക്റില്ല, അത് തൊട്ടടുത്ത പണക്കാരത് കേൾക്കുകയാണ്. അപ്പൊ അവരത് ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങ് പാടാക്കി, മൻപാടാക്കി. നമുക്ക് എന്താ ചൊല്ലിക്കൂടെ? ഇത് മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ആ
പണക്കാരായ സഹാബികളും സാധുക്കൾ ചൊല്ലുന്നത് കേട്ടിട്ട് ചൊല്ലാൻ തുടങ്ങി. അതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, നല്ല മനുഷ്യന്മാരൊന്ന് ചൊല്ലുന്നത് കേട്ടാൽ നമുക്കും ചൊല്ലാന്നായി. അത് പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലണമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സുന്നികളും സുന്നികളല്ലാത്തവരും തമ്മിലൊരു വ്യത്യാസമാണ്. സുന്നികൾക്ക് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടുണ്ട്. എന്ത് ചൊല്ലിയിട്ടുണ്ട്? അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. നമ്മളും ചൊല്ലിണ്ടേ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. മഹാന്മാര് ചൊല്ലിത്തന്ന നമുക്ക് ചൊല്ലിക്കൂടെ? മഹാന്മാര് ചൊല്ലുന്നത് കേട്ടാ നമുക്കും ചൊല്ലിക്കൂടെ? അതിന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം ആവശ്യമില്ല. പണക്കാരായ സഹാബികളോട് നിസ്കാരത്തിന്റെ ശേഷം 33 സുബ്ഹാനല്ലാഹ് എല്ലാം പറഞ്ഞിട്ടില്ല, 33 അൽഹംദുലില്ലാഹ് പറയാൻ പറഞ്ഞിട്ടില്ല, 33 അല്ലാഹു അക്ബർ എല്ലാം പറഞ്ഞിട്ടില്ല, 100 ദിക്ർ പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സാധുക്കളായ സഹാബികൾ ചൊല്ലുന്നത് കേട്ടപ്പോ ആ സഹാബികൾ മഹാന്മാരാണല്ലോ, മഹാന്മാര് ചൊല്ലുന്നത് കേട്ടാൽ നമുക്കും ചൊല്ലിക്കൂടെ എന്ന നിലക്ക് പണക്കാരായ സഹാബികൾ അത് കേട്ട് പഠിച്ചുകൊണ്ട് ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഈ സാധുക്കളായ സഹാബികൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ, അവര് ഞങ്ങൾ ചൊല്ലുന്നത് കേട്ട് പഠിച്ചിട്ട് അവരും തങ്ങൾ പറഞ്ഞു തന്ന ദിക്ർ ചൊല്ലുകയാണ്. ഇപ്പൊ അവർക്ക് സ്വത്തുക്കൾ ദീനിന് വേണ്ടി കൊടുത്ത സാധുക്കൾക്ക് കൊടുത്ത പ്രതിഫലമുണ്ട്. അതിന്റെ പുറമെ ഞങ്ങൾ ചൊല്ലുന്ന ദിക്ർ ചൊല്ലിയ പ്രതിഫലവുമുണ്ട്. അവരിപ്പോഴും ഞങ്ങളെക്കാൾ മുന്നിൽ തന്നെയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താണ്? ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മയ്യശാ. അത് അല്ലാഹ് കൊടുക്കുന്ന ബഹുമാനമാണ്, അല്ലാഹ് കൊടുക്കുന്ന ഔദാര്യമാണ്. അവർക്ക് സ്വത്ത് ചെലവഴിച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് സമ്പാദിക്കാനുള്ള കഴിവ് അല്ലാഹ് കൊടുക്കുകയാണ്. പിന്നെ പകരം ദിക്റൊന്നും പറഞ്ഞു കൊടുത്തില്ല, കാരണം അതും മറ്റവര് കേട്ട് പഠിക്കൂലേ, അത് പിന്നെ പറഞ്ഞു കൊടുത്താൽ തീരലുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് മനസ്സിലാക്കി? ധനത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് ഫദ്ലുല്ലാഹി, അല്ലാഹ് കൊടുക്കുന്ന ഔദാര്യമാണ്, അല്ലാഹ് കൊടുക്കുന്ന ബഹുമാനമാണ് എന്ന് പറഞ്ഞു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് പണത്തെ, ധനത്തെ വളരെ ആക്ഷേപിച്ചു സംസാരിച്ചു. അപ്പൊ ഈ രണ്ട് ഹദീസുകൾ തമ്മിൽ എങ്ങനെയാ യോജിപ്പിക്കുക? ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹംസിയുടെ ശറഹിൽ പറഞ്ഞു, ആ രണ്ടും രണ്ട് അർത്ഥത്തിലാണ്. ധനം എന്ന് പറയുന്നത്, പണം എന്ന് പറയുന്നത്, അത് ചിലർക്ക് നല്ലതാണ്, ചിലർക്ക് മോശമാണ്. ആർക്കാ നന്നാകുന്നത്, ആർക്കാ മോശമാകുന്നത്? ധനം സമ്പാദിക്കുന്നത് ഹലാലായ മാർഗത്തിലൂടെയാവുകയും ആ ധനം കൊണ്ട് ആഖിറം സമ്പാദിക്കുകയും പാരത്രിക ലോകം നേടുകയും ചെയ്യുന്നവന് ധനം വലിയ അനുഗ്രഹമാണ്. നേരെ മറിച്ച് ധനം സമ്പാദിക്കുന്ന സമയത്ത് ഹലാലും ഹറാമും നോക്കാതെ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്ന നിലക്ക് പണമുണ്ടാക്കുകയും ചെലവഴിക്കാൻ ആവശ്യമുള്ള സ്ഥലത്ത് ചെലവഴിക്കാതെ അനാവശ്യങ്ങളിൽ അത് ചെലവഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന്റെ ധനം ശവമാണ്, അവന്റെ ദുന്യാവ് അപകടത്തിനാണ്, ആഖിറം നഷ്ടപ്പെടുത്തുന്നതാണ്. ആകയാൽ ധനം മൊത്തത്തിൽ മോശമല്ല, ധനം മൊത്തത്തിൽ നല്ലതുമല്ല. നല്ലവർക്ക് നല്ലതാണ്, അല്ലാത്തവർക്ക് മോശമാണ്. രണ്ടുദാഹരണം ഞാൻ പറയട്ടെ. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറികടക്കുന്ന ഒരു പണക്കാരൻ ഉണ്ടായിട്ടില്ല. സുലൈമാൻ നബി അലൈഹി സലാമിനെ മറികടക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിട്ടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അധീനത്തിലാണ് ജിന്നുകൾ. സുലൈമാൻ നബി പറയും പോലെ ജിന്നുകൾ പ്രവർത്തിക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്
അതാ പക്ഷികളുടെ സംസാരമറിയാം. പക്ഷികൾ സുലൈമാൻ നബി പറയും പോലെയാണ്. മൃഗങ്ങളുടെ സംസാരമറിയാം. മൃഗങ്ങൾ സുലൈമാൻ നബി പറയും പോലെയാണ്. പാമ്പുകൾ സുലൈമാൻ നബിയുടെ ഓർഡർ അനുസരിച്ചാണ്. ഉറുമ്പുകൾ സുലൈമാൻ നബിയെ ബഹുമാനിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാം വളരെ വിശാലമായ വിസ്തൃതമായ വല്ലാത്ത ഭരണാധികാരം. അതേ സമയത്ത് പണമോ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വർണം, പണം അതേ വലിയ പണമുള്ളവർ. ജീവിതമോ വലിയ ഘനഗംഭീര്യമുള്ള ജീവിതം, പ്രൗഢമായ ജീവിതം, വളരെ വലിയ പ്രൗഢമായ ജീവിതം. ഒരു സ്ഥലത്തെത്തണമെങ്കിൽ കഴുതപ്പുറത്ത് കയറൂല്ല, കുതിരപ്പുറത്തും കയറേണ്ടതില്ല. അന്നുള്ള വാഹനങ്ങളിൽ ഏറ്റവും മുന്തിയ വാഹനമാ കുതിര. ആ കുതിരപ്പുറത്തും കയറേണ്ടതില്ല. നമ്മളൊക്കെ ഇപ്പോൾ വളരെ സ്പീഡിലെത്താൻ കയറുന്ന വാഹനമാ പ്ലെയിന്. സുലൈമാൻ നബി പ്ലെയിനിലും കയറേണ്ടതില്ല. കാറ്റാണ് സുലൈമാൻ നബിയുടെ വാഹനം. ആർക്കും അധീനപ്പെട്ട് കിട്ടാത്ത, ആരും കാറ്റിനെ പേടിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ അതാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കാറ്റും അധീനപ്പെട്ടിരിക്കുകയാണ്. അവിടുന്ന് പറയുന്ന സ്ഥലത്ത് കാറ്റ് എത്തിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയെല്ലാം ദുന്യാവില് വലിയ പവറെടുത്ത, ദുന്യാവില് വലിയ അധികാരം നടത്തിയ വലിയ പണക്കാരനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ വലിയ മഹാനല്ലേ? എന്തേ കാരണം? ആ പണത്തിന്റെ പേരിൽ അഹങ്കരിച്ചിട്ടില്ല. അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്കൊരു നയാകാശം സമ്പാദിച്ചിട്ടില്ല. അധികാരം കിട്ടിയപ്പോ ഞാനൊരു വലിയവനാണെന്ന തോന്നലുണ്ടായിട്ടില്ല. മറിച്ച് സുബ്ഹാനല്ലാഹ് ഹാദാ മിൻ ഫളി റബ്ബി, ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം എന്റെ റബ്ബ് എനിക്ക് ഔദാര്യമായി തന്നതാണ്. എന്റെ രാജാവിന്റെ സമ്മാനമാണ്, എന്റേതല്ല. ലിയബ്ലുവനീ അഅശ്കുറു അം അക്ഫുറു, ഇത് എന്നെ പരീക്ഷിക്കാനാണ്. ഞാൻ എന്റെ റബ്ബിന് നന്ദി ചെയ്യുന്നുണ്ടോ, ഞാൻ നന്ദികേട് കാണിക്കുന്നുണ്ടോ? എന്നെ പരീക്ഷിക്കാൻ തന്നതാണ്, എന്റെ പവർ കൊണ്ട് കിട്ടിയതല്ല. ഈ ചിന്തയുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാമിന് പണം ശവമല്ല, പണം പാമ്പല്ല, പണം വിഷമല്ല, പണം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഉപകാരപ്രദമാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, അവിടുന്ന് ഒരു ദിവസം അങ്ങ് പറഞ്ഞു, എനിക്ക് 100 ഭാര്യമാരുണ്ടല്ലെങ്കിൽ 99 ഭാര്യമാരുണ്ട്. ഞാൻ ഒരൊറ്റ ദിവസം എല്ലാ ഭാര്യമാരെയും സമീപിക്കും. എല്ലാ ഭാര്യമാരും കുതിരപ്പടയാളികളെ പ്രസവിക്കും. അങ്ങനെ അവരൊക്കെ ദീനിന്റെ പ്രവർത്തന രംഗത്ത് സജീവമായി മുന്നേറും. സുബ്ഹാനല്ലാഹ്. എനിക്ക് കുറെ മക്കളുണ്ട്, 7 മക്കളുണ്ട്. 5 മക്കളുണ്ടായപ്പോ 5ഉം ആൺമക്കളായിരുന്നു. ഞാൻ താജുൽ ഉലമയോട് പറഞ്ഞു, സുൽത്താനുൽ ഉലമയോട് പറഞ്ഞൊരു പെൺകുട്ടിയെ കിട്ടിയാൽ തരക്കേടില്ല. ആ മഹാന്മാരെ പ്രാർത്ഥന മുഖേന എനിക്ക് പിന്നെ പെൺകുട്ടി ജനിച്ചു. 2 പെൺകുട്ടികളുണ്ട്. എന്റെ 5 ആൺമക്കളും, ഞാനൊരു SSFന്റെ പ്രവർത്തകനായി വളർന്നവനാണ്. SSFിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് വന്നവനാണ്. എന്റെ മക്കൾ സജീവമായി SSFന്റെ പ്രവർത്തനം നടത്തുമ്പോ എന്റെ സന്തോഷം പറയണ്ടല്ലോ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ധീരമായി പ്രവർത്തിക്കുന്ന മക്കള് വേണമെന്ന ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന്റെ പേരിൽ സുലൈമാൻ നബി ഒരു ദിവസം അങ്ങ് പറഞ്ഞതാണ്, ഞാൻ ഇന്ന് 100 ഭാര്യമാരെ രാത്രി സമീപിക്കും. 100 ഭാര്യമാരും കുതിരപ്പടയാളികളായ നല്ല പ്രവർത്തകരായ മക്കളെ പ്രസവിക്കും. പക്ഷേ അന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയി. ആവേശം കൊണ്ട് പറഞ്ഞതാണ്, സന്തോഷത്തോടെ പറഞ്ഞതാണ്, ദീനീ പ്രവർത്തന രംഗത്ത് മുന്നേറുന്ന മക്കള് വേണമെന്ന നിലക്ക് പറഞ്ഞതാണ്. പക്ഷേ ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയി. ഭാര്യമാരെ മുഴുവനും സമീപിച്ചുവെങ്കിലും ഒരൊറ്റ ഭാര്യയും പ്രസവിച്ചില്ല.
ഒരു പെണ്ണ് മാത്രം പ്രസവിച്ചു, പക്ഷേ അതൊരു ചാടക്കുട്ടിയാണ്, പ്രവർത്തിക്കാൻ പറ്റുന്ന കുട്ടിയല്ല. സുബ്ഹാനല്ലാഹ്. ഒരു വാക്ക് പറയുമ്പോൾ അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന വാക്ക് വിട്ടുപോയതിനാൽ റബ്ബ് മക്കളെ കൊടുത്തില്ല. സുഹൃത്തുക്കളെ, മനസ്സല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ടും ഏത് സമയത്തും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടും അങ്ങനെ തന്നെയാണ് മനുഷ്യൻ ഏത് അനുഗ്രഹങ്ങളെയും സ്വീകരിക്കേണ്ടത്, ഏത് അനുഗ്രഹങ്ങളെയും ചോദിക്കേണ്ടത് മനസ്സ് റബ്ബിലേക്ക് തിരിച്ചുകൊണ്ടാകണം. തരുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ, അധികാരമുള്ളവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ ധനം സമ്പാദിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. വട്ടി വാങ്ങിയിട്ട് നമുക്ക് കേസ് വേണ്ട, വേറെ ഒരാളെ കച്ചവടം പിടിച്ചെടുത്തിട്ട് വേണ്ട, വേറെ ഒരാള് പൊരുത്തപ്പെടാത്ത ഒരിഞ്ചി ഭൂമി വേണ്ട. അഥവാ മറ്റൊരാളുടെ ഒരിഞ്ചി ഭൂമി നമ്മൾ കൈവശപ്പെടുത്തിയാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, 7ാമത്തെ ഭൂമി വരെ ഖിയാമത്ത് നാളിൽ അവന്റെ കഴുത്തിൽ അണിയിക്കപ്പെട്ട് അവൻ അതുകൊണ്ട് കുടുങ്ങിപ്പോകുന്നു. മറ്റൊരാളെ ഭൂമിയിൽ നിന്നൊരംശം പോലും നമ്മുടെ ജീവിതത്തിൽ ഹലാലല്ലാത്തത് പാടില്ല. ഓ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞില്ലേ, ലാ തസൂലു ഖദമ ബനി ആദം, മനുഷ്യന്റെ കാല് നീക്കിവെക്കാൻ കഴിയില്ല പടച്ച റബ്ബിന്റെ കോടതിയിൽ. ഹത്താ യുസ്അലാൻ ഖംസിൻ, 5 കാര്യങ്ങളെ കുറിച്ച് ചോദ്യമുണ്ട്. ആ 5നും മറുപടി പറയണം. അതിലൊന്നാണ് അൻഉംരിഹി ഫീമ അഫ്നാ, ആയുസ് കാലം എന്തിനു വേണ്ടി ചെലവഴിച്ചു. വഅൻ ശബാബിഹി ഫീമ അബ്ലാ, യുവത്വം ഏത് വിഷയത്തിൽ നശിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകൂ, SSFന്റെ പ്രവർത്തകരാകൂ, SYSന്റെ പ്രവർത്തകരാകൂ, അതേ മഹല്ല് ജമാഅത്തിന്റെ പ്രവർത്തകരാകൂ, അള്ളാന്റെ ദീനിന്റെ പ്രവർത്തകരാകൂ. നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്. നമ്മൾ തീവ്രവാദികളാകരുത്, ഭീകരവാദികളാകരുത്, ആലിമീങ്ങളെ ചീത്ത പറയുന്ന കമ്പനിയിൽ പെട്ടുപോകരുത്, സയ്യിദന്മാരെ നിന്ദിക്കുന്നവരിൽ പെട്ടുപോകരുത്, ഉഖ്റവിയായ പണ്ഡിതന്മാരെ ഗീബത്ത് കൊണ്ട് സദസ്സുകളും സ്റ്റേജുകളും നിറക്കുന്നവരിൽ പെട്ടുപോകരുത്. നമ്മളെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിക്കണം. അവൻ പൊരുത്തപ്പെട്ടത് മാത്രം സംസാരിക്കണം, അവൻ പൊരുത്തപ്പെട്ടതിൽ മാത്രം സമയം ചെലവഴിക്കണം. നമ്മുടെ ആയുസ്സിനെ കുറിച്ച് പ്രത്യേകം ചോദ്യമുണ്ട്. വഅൻ ശബാബിഹി ഫീമ അബ്ലാ, യുവത്വത്തെ കുറിച്ച് ചോദ്യമുണ്ട്. പോരാ, വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമ അൻഫഖാ, നിന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. നീ എങ്ങനെ സമ്പാദിച്ചു? നീ ഹലാലായ വഴിയിലാണോ സമ്പാദിച്ചത്? ഒന്നിച്ച് ബിസിനസ് നടത്തുകയാണ്, വിദേശത്ത് ബിസിനസ്സാണ്. ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു കൂറുകാരൻ നാട്ടിലേക്ക് വന്നതാണ്. 6 മാസം കഴിഞ്ഞ് വിദേശത്ത് ചെന്ന് നോക്കുമ്പോ കച്ചവടം പോയി. ഇങ്ങനെ പോയി കൂട്ടുകാരൻ കഫീലിനെ സ്വാധീനിച്ചു. എന്നിട്ട് കഫീലിന് കുറച്ച് കൂടുതൽ പൈസ കൊടുക്കാറുണ്ട്. എന്നിട്ട് അത് അവന്റേതാക്കി മാറ്റി. നേരത്തെ ഷെയർ ഉള്ളവന്റെ ഷെയർ ഇല്ലാതെയാക്കി. ഇല്ല, എനിക്ക് ധാരാളം കിട്ടിയെന്നാവും വിചാരിക്കുന്നു. അവനെ പോലെ പരാജയപ്പെട്ടവൻ വേറെ ആരാ? സുഹൃത്തുക്കളെ, നമുക്കൊന്നും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ നഷ്ടപ്പെട്ടാൽ അതിനൊക്കെ ആഖിറത്തിന് പ്രതിഫലം കിട്ടും. നമ്മൾ 1000 രൂപ കട്ടുപോയി, സദഖ ചെയ്ത കൂലി കിട്ടും. 1000 രൂപ വേറൊരുത്തൻ കൈവശപ്പെടുത്തി, സദഖ ചെയ്ത കൂലി കിട്ടും. നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് വെറുതെ ആവില്ല, അതൊക്കെ ആഖിറത്തിന് കൂലി കിട്ടും. അതേ സമയത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ അവകാശം കിട്ടാനുള്ളവർ പിടിച്ചു വെച്ചാൽ ഇവിടുത്തെ കോടതി പോലെയല്ല. വക്കീലിനെ വെച്ച് വാദിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല, കള്ളം പറഞ്ഞാൽ നടക്കൂല. കോടതിയിൽ അതാ തീരുമാനമെടുക്കുന്ന രാജാവ് രഹസ്യമറിയുന്നവനാണ്, പരസ്യമറിയുന്നവനാണ്. അന്യന്റേത് കട്ടെടുത്താൽ, തട്ടിപ്പറിച്ചാൽ, മറ്റൊരുത്തം പൊരുത്തപ്പെടാത്ത നിലക്ക് കൈവശപ്പെടുത്തിയാൽ ആഖിറത്തിൽ കുടുങ്ങിയത് തന്നെ.
അതുകൊണ്ട് തന്നെ ഏത് ബിസിനസ് നടത്തുമ്പോഴും ഏത് തൊഴിലെടുക്കുമ്പോഴും ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ. ഒരു മുതലാളിയെയും തൊഴിലാളികൾ വഞ്ചിക്കണ്ട. ഏറ്റെടുത്ത തൊഴിൽ നല്ല കൃത്യമായി അങ്ങ് നിർവഹിക്കണം. ബാധ്യതയെക്കുറിച്ച് നല്ല ബോധം വേണം. അതെല്ലാ തൊഴിലാളികൾക്കും വേണം, സേവനം ചെയ്യുന്നവർക്കും വേണം. സേവനം ചെയ്യുന്നവരെന്ന് ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളെ കുറിച്ചാണ്, ഉസ്താദുമാരെ കുറിച്ചാണ്. അവരെ കുറിച്ച് തൊഴിലെടുക്കുന്നവരെന്ന് പറയരുത്, ജോലിയെടുക്കുന്നവരെന്ന് പറയരുത്. ഒരു മുസ്ലിയാരെ കണ്ടാ നിങ്ങളെ ജോലി എവിടെയാണെന്ന് ചോദിക്കരുത്. കാരണം അദ്ദേഹം ജോലിക്കാരനല്ല, അദ്ദേഹം സേവനം ചെയ്യുന്ന വ്യക്തിയാണ്. ജോലി എന്ന് പറഞ്ഞാൽ കൂലിക്ക് പണിയെടുക്കലല്ലേ. ആർക്ക് കഴിയും ഒരു ബിസ്മിക്ക് കൂലി കൊടുക്കാൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിച്ച ഒരു മുഅല്ലിമിന് ശമ്പളം കൊടുക്കാൻ തികഞ്ഞ രാജാവേതാണ്, പണക്കാരനാരാണ്? അതുകൊണ്ട് തന്നെ മുഅല്ലിം സുഹൃത്തുക്കളെ, നമ്മുടേത് തൊഴിലല്ല, നമ്മളത് സേവനമാണ്. പക്ഷേ സേവനം ഏറ്റെടുത്ത നമ്മൾക്ക് നല്ല ബോധം വേണം. ബോധം എങ്ങനെയെന്നറിയോ? ഞാൻ പറയാം. മദ്രസ തുടങ്ങുകയാണ് രാവിലെ. എത്ര മണിക്ക് എവിടെയാലും മദ്രസ തുടങ്ങല്? 6:45 മദ്രസ തുടങ്ങുകയാണ്. 6:45 മദ്രസ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, ഉസ്താദുമാർ എത്ര മണിക്ക് വരണോ? ഉസ്താദുമാർ എത്ര മണിക്ക് വരണോ? ചുരുങ്ങിയത് 6:40 വരണം. 5 മിനിറ്റ് മുമ്പെങ്കിലും വരണം. അതിന്റെ മുമ്പാ വരണ്ട്. ചുരുങ്ങിയത് ഞാൻ പറഞ്ഞു, അത് കൃത്യമായി എത്തണം. മദ്രസ കഴിഞ്ഞിട്ടേ പോകാവൂ. എല്ലാ ദിവസവും അറ്റൻഡ് വേണം. അനിവാര്യ വിഷയങ്ങളില്ലെങ്കിൽ അറ്റൻഡ് വേണം. എന്താ കാരണം? ഈ ചെറിയ കുട്ടിക്ക് കുറഞ്ഞ സമയം ഇൽമു പഠിക്കാൻ സമയം കിട്ടുള്ളൂ. ആ കുട്ടികളെ ഇൽമു പഠിപ്പിക്കും ഇദ്ദേഹം എന്ന നിലക്കാണ് ഒരു കമ്മിറ്റിക്കാരൻ മുഅല്ലിമിനെ ചെയ്യുന്നത്. പിന്നെ അയാള് വരാൻ വയ്യാലോ, അയാൾക്ക് ശമ്പളം ഹലാലാവോ? അയാളെ പണം അയാൾക്ക് ഹലാലാവോ? കുട്ടികളെ ശരിക്കും പഠിപ്പിച്ചില്ലെങ്കിൽ ഹലാലാവോ? കാരണം ഈ ശമ്പളം പറ്റുന്നത് ഈ സേവനത്തിന്റെ വകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശമ്പളം ഹലാലാകണം. അതിന് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് കൃത്യമായി ഉസ്താദുമാര് ഹാജർ വേണം. എന്ന് മാത്രമല്ല, പഠിപ്പിക്കുന്ന കിതാബുകൾ ആദ്യം നോക്കി വെക്കണം. കുട്ടികളെ മുമ്പെന്ന് നോക്കല് തുടങ്ങരുത്, ആദ്യം ശരിക്ക് നോക്കി വെക്കണം. കിട്ടാത്തതുണ്ടെങ്കിൽ കൂടുതൽ വിവരമുള്ള ഉസ്താദിനോട് ചോദിച്ച് മനസ്സിലാക്കണം. കുട്ടികളെ മുമ്പെന്ന് സമയം നോക്കരുത്, അതിനു മുമ്പ് തന്നെ നോക്കി വെക്കണം. അതുപോലെ നോട്ട്സുകൾ വേണമെങ്കിൽ എഴുതിയെടുക്കണം. കുട്ടികളുടെ സമയം നഷ്ടപ്പെടുത്തരുത്. കുട്ടി പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ മദ്രസയിൽ ചേർത്തത്, നമുക്ക് ശമ്പളം ജനങ്ങൾ തരുന്നത്, കമ്മിറ്റി തരുന്നത് നമുക്ക് ഹലാലാകണ്ടേ. ഗൗരവത്തോടെ ചിന്തിക്കണേ മുഅല്ലിം സുഹൃത്തുക്കളെ. ഞാനിത് പറയുമ്പോ എന്നോടാർക്കും പ്രയാസം വേണ്ട. എനിക്ക് ഇവിടെ വന്ന കാറിന്റെ വാടക വാങ്ങൽ എനിക്ക് ഹലാലാകണം. എനിക്കത് ഹലാലാകണമെങ്കിൽ എനിക്കറിയുന്നത് പറയേണ്ട സ്ഥലത്ത് പറയണം. ഇല്ലെങ്കിൽ എനിക്കും ഹലാലാകൂല. ഒരു നയാകാശ് സമ്പാദിക്കുമ്പോ അത് ഹലാലായ വഴിയിലാകണം. ഇല്ലെങ്കിലോ നമുക്കത് പറ്റൂല കേട്ടോ. എങ്ങനെയാണ് പണമുണ്ടാക്കിയതെന്ന് ചോദ്യമുണ്ട്. അൻമാലിഹി മിന്നൈന ഇക്തസബഹു വഫീമ അൻഫഖാ. സുബ്ഹാനല്ലാഹ്. ഒരു പള്ളിയുടെ കലക്ഷന് പോവുകയാണ് ദുബായിലേക്ക്. അതേ 75 ലക്ഷത്തിന്റെ പള്ളിയാണ്. പള്ളിയുടെ പ്ലാന് കാണിച്ചു കൊടുത്തപ്പോ ഒരറബി സുഹൃത്ത് അത് ഏറ്റെടുക്കുകയാണ്. 75 ലക്ഷം തരാം. ആ 75 ലക്ഷവും വാങ്ങിയിട്ട് പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് വരികയാണ്, അല്ലെങ്കിൽ പള്ളിയിലെ മുസ്ലിയാരി വരികയാണ്, അല്ലെ പിരിവിന് പോയവൻ വരികയാണ്. നാട്ടിൽ വന്നിട്ട് അവൻ പറയാണ് 10% എനിക്ക് കമ്മീഷൻ വേണം. അല്ലെങ്കിൽ പോകുന്ന സമയത്ത് തന്നെ പറയാണ് പള്ളിയുടെ പൈസ എടുക്കല്ലേ,
ആ 75 ലക്ഷം പള്ളി ഉണ്ടാക്കാനാ തന്നത്, നിന്റെ വീട്ടിൽ അരി വാങ്ങാനല്ല. നിനക്കത് ഹലാലല്ല. നീ അതേ സമയത്ത് ആ പള്ളി നിർമ്മിക്കുന്നവനോട് 75 ലക്ഷത്തിൽ 7.5 ലക്ഷം ഞാനെടുക്കുമെന്ന് പറഞ്ഞാൽ നിനക്കത് തരുമോ ഇല്ലേന്ന് നീ ചിന്തിക്കണം. അത് കിട്ടൂലെന്ന് നിനക്കുറപ്പല്ലേ? എങ്കിൽ പിന്നെ നിനക്ക് കമ്മീഷൻ ഹലാലാകൂല കേട്ടോ. ഓ സുഹൃത്തുക്കളെ, നമ്മൾ വളരെ ആലോചിക്കണം. ഹറാമായതൊന്നും നമുക്ക് വേണ്ട, ചതിയിലൂടെ നമുക്ക് വേണ്ട. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഴ പെയ്ത ദിവസം ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് ഒരു കച്ചവടം നടക്കുന്ന സ്ഥലത്തെത്തുകയാണ്. ധാന്യത്തിന്റെ കച്ചവടമാണ്. ആ ധാന്യം ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. നബിതങ്ങൾ ആ ധാന്യത്തിന്റെ ഉള്ളിലേക്ക് കൈയങ്ങോട്ട് കടത്തിയിട്ട് കുറച്ച് ധാന്യം, ഗോതമ്പോ അരിയോ എന്തെങ്കിലും ആകട്ടെ, ആ ധാന്യം വാരി ഇങ്ങെടുക്കുകയാണ്. കയ്യിലെടുത്തു നോക്കുമ്പോൾ നനഞ്ഞിരിക്കുകയാണ്. എന്തേ നനഞ്ഞത് വിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മഴ പെയ്തപ്പം നനഞ്ഞുപോയി നബിയെ. ചോദിക്കുന്നു, നനഞ്ഞത് നിനക്ക് മേലെ ഇട്ടുകൂടായിരുന്നോ? നനഞ്ഞത് ചോടയിട്ടിട്ട് ഉണങ്ങിയത് മേലെ വെച്ച് കച്ചവടം ചെയ്യുകയല്ലേ? മൻ ഗസ്സ ഫലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. സുബ്ഹാനല്ലാഹ്. ആപ്പിളിന്റെ കച്ചവടമാണ്. പേരക്കയുമുണ്ട്, അതേ മുസ്തംബിയുമുണ്ട്, അതേ അപ്പുറത്ത് തക്കാളിയുമുണ്ട്, അതിന്റെ ഇപ്പുറത്ത് വേറെയും ഫ്രൂട്ട്സുകളുണ്ട്. ഇങ്ങനെ റോട്ടം വന്ന് നോക്കുമ്പോ നല്ല നാരങ്ങയാണ്, നല്ല ആപ്പിളാണ്. 1 കിലോ വാങ്ങി വീട്ടിലെത്തി നോക്കുമ്പോ എല്ലാം കേടുള്ളതാണ്. മുന്നിൽ ഖിബിലക്ക് തിരിച്ചു വെച്ചത് നല്ലതാണ്. അതേ സമയത്ത് തൂക്കിക്കൊടുത്തത് മുഴുവനും കേടുള്ളതാണ്. മൻ ഗസ്സ ഫലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. പശുവിനെ വിൽക്കുകയാണ്. പശുവിനെ വിൽക്കുന്ന സമയത്ത് നബിതങ്ങൾ പറയുന്നു, പശുവിനെ കറക്കാതെ പാലിങ്ങനെ കെട്ടിവെച്ചു. കണ്ടു നോക്കുമ്പോ എന്താണ് അതിന്റെ അകിടിലും മുലയിലുമുള്ള പാല്? ധാരാളം പാല് കിട്ടുന്നുണ്ട്. കറന്നു നോക്കിയപ്പോൾ ലിറ്റർ കണക്കിന് പാലുണ്ട്. പക്ഷേ വാങ്ങിക്കൊണ്ടുപോയി നോക്കുമ്പോ കിട്ടുന്നില്ല. കാരണം ഇത് രാവിലെ കറക്കാതെ വൈകുന്നേരം വരെ വെച്ചതാണ്. ചതിയനാണ്. കിട്ടിയ പണം ഹലാലല്ല. ഒരു വസ്തു വിൽക്കുകയാണ്, അതിന് കേടുപാടുകളുണ്ട്, അത് മൂടി വെക്കുകയാണ്, കേട് പറയാതെ വിൽക്കുകയാണ്. വാങ്ങുന്ന സ്വത്ത് ഹറാമാണ്. ചതിച്ചുകൊണ്ടുള്ള കച്ചവടം പാടില്ല. അന്യന്റേത് ഹക്കെടുക്കാൻ പാടില്ല. ആഖിറത്തിൽ വെച്ച് ഏറ്റവും കൈകടിച്ചു പോകുന്നവനാണവൻ. ഒരു സ്ഥലത്തും തന്നെ ആരെയും ചതിക്കാൻ പാടില്ല. തൊഴിലാളിയാണ്, മുതലാളിയുടെ കടയിൽ കച്ചവടം ചെയ്യാണ്, ഹോട്ടലാണ്. ഹോട്ടലിൽ വരുന്നവനോട് നല്ല പെരുമാറ്റായിരിക്കണം തൊഴിലാളിന്റെ. ഹോട്ടലിൽ വരുന്നവന് ഒരിക്കൽ കയറിയാ പിന്നെ കയറാണ്ടായി പോരും. അതുകൊണ്ട് എന്താ കയറാണ്ടായി പോവുക? മുതലാളിക്ക് സപ്ലൈ ചെയ്യാനാവൂല. സപ്ലൈക്ക് നിൽക്കുന്ന തൊഴിലാളി വന്ന ആളോട് നല്ല നിലക്ക് പെരുമാറിയില്ല. ചൂടുവെള്ളമെന്ന് പറഞ്ഞു. ചൂടുവെള്ളം വച്ചയില്ലാത്ത വെള്ളം കൊണ്ട് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പ്ലേറ്റ് കൊണ്ട് കൊടുത്ത് മര്യാദയ്ക്ക് കഴുകിയിട്ടില്ല. അല്ലെങ്കിലോ കറിക്ക് പറഞ്ഞ് അരമണിക്കൂർ എന്നും കറി കിട്ടിയില്ല. ആ ഹോട്ടലിൽ വേറൊരുത്തം കേറൂല. അവിടെ നീ ശമ്പളം വാങ്ങിയ ഹലാലാവൂല. കാരണം ആ ഹോട്ടലിന്റെ ഉടമക്ക് അദ്ദേഹത്തിന്റെ ഭക്ഷണം വളരെ കൃത്യമായി ഭംഗിയായി വിതരണം ചെയ്ത് ലാഭമുണ്ടാക്കി കൊടുക്കൽ നിന്റെ കടപ്പാടാ. അതിനാ നീ ശമ്പളം വാങ്ങുന്നത്. അവിടെ നീ നിന്റെ മനസ്സിൽ ചിലപ്പോ ശൈത്താൻ തോന്നിപ്പിക്കും, അത്ര ലാഭം എടുക്കണ്ട എന്ന് ശൈത്താൻ തോന്നിപ്പിക്കും. നീ അവിടുന്ന് രാജിവെച്ച് പോകണം. നിനക്ക് കഴിയൂലേ? രാജിവെച്ച് പോകണം. നേരെ മറിച്ച് നിനക്ക് ആ ശമ്പളം ഹലാലാവൂല. ആലോചിക്കണം. മുതലാളിന്റെ കൂടെ വിദേശത്ത് ജോലിയാ, കഫീലില്ല. കഫീലില്ലാത്ത സമയത്ത് കഫീലിന്റെ വീട്ടിൽ നിന്ന് ഫോൺ എടുത്തിട്ട് വീട്ടിലേക്ക് വിളിക്കുക. കാരണം പൈസ ഇറക്കണ്ടേ കഫീലെ, നമുക്ക് പൈസ ഒന്നും മുതലില്ല. അരമണിക്കൂർ സംസാരിച്ചാൽ എന്താ? പൈസ അറബിന്റെ അല്ലേ? ചെറുക്കൊണ്ടാറുണ്ട്, അറബികൾ കട്ടാ തക്കേടില്ല.
അറബികളെ ചതിക്കുന്നവനെതിരെ ആയിരിക്കും ഞാൻ പടച്ചവന്റെ കോടതിയിലെന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് അറബിയാണ്, അറബികൾക്ക് ബഹുമാനമുണ്ട്. ഞാനതിന്റെ ബുറുദ ബൈത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ CD ഇറങ്ങിയിട്ടില്ല. 21 ദിവസം ഞാൻ ബുറുദ ബൈത്ത് വയത് പറഞ്ഞു. ഇനിയും ഇൻഷാ അല്ലാഹ് ഒരു 4 ദിവസം കൂടി പറഞ്ഞിട്ട് അത് പൂർത്തീകരിക്കണം. കിട്ടുമ്പോൾ അത് വാങ്ങിക്കേട്ടോ. ഞാനതിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണ്, അറബികൾക്ക് വലിയ ബഹുമാനമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂല് അറബിയാണ്. ഓ സഹോദരന്മാരെ, ബാപ്പ മരിച്ചുപോയി, ബാപ്പാന്റെ സ്വത്ത് ഭാഗിക്കണം. എല്ലാവർക്കും അവകാശമാണ്. പെങ്ങന്മാർക്ക് പകുതി അവകാശമാണ്, ആങ്ങളമാർക്ക് ഇരട്ടി അവകാശമാണ്. പക്ഷേ തറവാട്ടിൽ മൂത്തൊരാളുണ്ട്, അയാൾ അവകാശം വകവെച്ചു കൊടുക്കുന്നില്ല. ഉമ്മാന്റെ പൊന്ന് മൂപ്പര് വെച്ച് പൂട്ടിയിരിക്കുകയാണ്, ബാപ്പാന്റെ സ്വത്ത് ഭാഗിച്ചു കൊടുക്കുന്നില്ല. പാവപ്പെട്ട പെങ്ങള് വന്നിട്ട് അതേ നമുക്ക് നമ്മളെ സ്വത്തൊന്ന് ഭാഗിക്കണ്ടേ എന്ന് പറയുമ്പോ അവളെ കൊള്ള കത്തിക്കയറുകയാണ്. നീ ആരാ ചോദ്യം ചെയ്യാണ്, നീ കോടതിയിൽ പോയിക്കോ, തരാൻ മനസ്സില്ല എന്നൊക്കെ പറയുന്നതിലെ വമ്പന്മാരില്ലേ. അള്ളാഹുവിന്റെ കോടതിയിൽ നീയും കുടുങ്ങിപ്പോകും കേട്ടോ. നിന്റെ ബാപ്പ മരിക്കുന്നതോടെ, നിന്റെ ഉമ്മ മരിക്കുന്നതോടെ സ്വത്തിന്റെ അവകാശം അവകാശികൾക്ക് തുല്യമായി അവർക്ക് റബ്ബ് നിശ്ചയിച്ചതുപോലെ അതിന് അവകാശം വന്നുപോയി കേട്ടോ. അതുകൊണ്ട് തന്നെ പെങ്ങളെ അവകാശം നീ കൈവശപ്പെടുത്തണ്ട, അനുജന്റെ അവകാശം കൈവശപ്പെടുത്തണ്ട, ജേട്ടന്റെ അവകാശം കൈവശപ്പെടുത്തണ്ട. അവകാശികൾക്ക് അവകാശം കൊടുത്തേക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിച്ചേക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളും ഏകദേശം തെറ്റലപ്പഴാ? പണക്കാരായ ബാപ്പയുടെയും ഉമ്മയുടെയും മക്കള് തെറ്റിപ്പോകൽ ബാപ്പയും ഉമ്മയും മരിച്ചിട്ട് സ്വത്ത് ഭാഗിക്കുമ്പോഴല്ലേ? ചോദിക്കട്ടെ, ഈ താഴ്ന്ന ശവം, അതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, കുടുംബത്തിനിടയിലുള്ള സ്നേഹബന്ധം പാലിക്കാതെ കുടുംബബന്ധം മുറിക്കുന്നതിന് മടി തോന്നുന്നില്ല. ജ്യേഷ്ഠനെയും കുറ്റം പറഞ്ഞ്, അനുജനെയും കുറ്റം പറഞ്ഞ്, പെങ്ങളെയും കുറ്റം പറഞ്ഞ്, ചിലപ്പോ ഉമ്മാനെ തന്നെയും കുറ്റം പറഞ്ഞ് പണത്തിന്റെ പേരിൽ പരസ്പരം തെറ്റുന്നവരില്ലേ? ഈ ശവത്തിന് വേണ്ടി കടികൂടുന്നവരില്ലേ? മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതാണ് പറഞ്ഞത്. അതേ, നീ ആ പണമെന്ന് പറയുന്നത് അതൊരു ശവത്തിന്റെ സ്ഥാനത്താണ്. നീ പണത്തോട് അത്യാർത്ഥിയുള്ളവനായിട്ട് ഹലാലും ഹറാമും നോക്കാതെ പണം പിടിച്ചു വലിക്കാൻ പോയാൽ ആ ശവം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട കുറെ നായകളുണ്ട്, നിന്നോട് അവർ കടിപിടികൂടും കേട്ടോ. നേരെ മറിച്ച് നീ ദുന്യാവിന് വില കൽപ്പിക്കാതെ ജ്യേഷ്ഠനും അനുജനും പെങ്ങളും ബാപ്പാന്റെ സ്വത്ത് ഭാഗിക്കുമ്പോ ഒരു തെങ്ങ് ജ്യേഷ്ഠന് കൂടുതലാണെങ്കിൽ കിടക്കട്ടെ, അതെന്റെ ജ്യേഷ്ഠനല്ലേ. ഒരു തെങ്ങ് അനുജന് കൂടുതലാണെങ്കിൽ കിടക്കട്ടെ, അതെന്റെ അനുജനല്ലേ. അല്ല, ഒരു 5 സെന്റ് ഭൂമി എന്റെ പെങ്ങൾക്ക് കൂടുതലാണെങ്കിൽ കിടക്കട്ടെ, അതെന്റെ പെങ്ങളല്ലേ. ഇങ്ങനെ വിശാലമായ മനസ്സോടുകൂടിയാണ് നിങ്ങൾ സ്വത്ത് ഭാഗിക്കാൻ നിൽക്കുന്നതെങ്കിൽ ആ ബാപ്പ ഉമ്മക്ക് ഖബറിൽ സന്തോഷത്തിൽ കിടന്നുകൂടെ? അവരെ ഖബറിൽ അവർക്ക് സന്തോഷത്തോടെ കിടന്നുകൂടെ? നേരെ മറിച്ച് അവരധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് ഭാഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന തർക്കത്തിന്റെ പേരിൽ സമാധാനമില്ലാതെ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളില്ലേ? അവര് സമ്പാദിച്ചു വെച്ചത് വിനയായല്ലോ, കഷ്ടമായല്ലോ. ഈ ദുന്യാവിനെ അമിതമായി സ്നേഹിച്ചപ്പോ ഉണ്ടായതല്ലേ. അതുകൊണ്ട് ആ ഹബീബ് നബി തങ്ങൾ പറഞ്ഞത്, റഹിമല്ലാഹു റജുലൻ സംഹൻ, വിശാല മനസ്ഥിതിയുള്ള മനുഷ്യന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അതേ, റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ അവിസ്തറാ അവിഖ്തദാ. വിൽക്കുമ്പോൾ വിശാല മനസ്സ്. ഇതാ, ഇതിന് 1000 രൂപ, 950 തരട്ടെ. ആ ഇരിക്കട്ടെ, 50 രൂപ കുറഞ്ഞാൽ തിരക്കല്ല, നീ എടുത്തോ. വിശാല മനസ്സ്. സുബ്ഹാനല്ലാഹ്. കൊള്ളുമ്പോ 1000 രൂപ കുറച്ച് എന്തായാലും തരൂല. ഇതിന് 950 അപ്പുറം കിട്ടും, എന്നാലും തിരക്കല്ല, 1000 1000 നിങ്ങൾ സാധനം തന്നെ. വിശാലമായ മനസ്സ്.
അതുപോലെ അവകാശം ചോദിക്കുമ്പോ വിശാല മനസ്സ്, കുറെ പൊരുത്തപ്പെട്ടു കൊടുക്കുക, കുറെ വിട്ടുകൊടുക്കുക. അങ്ങനെയുള്ള വിശാലമായ മനസ്സുള്ളവന് ദുന്യാവ് ഗുണകരമാണ്, അവന്റെ ദുന്യാവ് അപകടകരമല്ല. നേരെ മറിച്ച് എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്ന് ചിന്തിച്ചാലോ കടിക്കുന്ന വിഷമാണ്, ശവമാണ്, പ്രശ്നമാണ്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഇന്ന് ബിസിനസ് നടത്തുന്ന പലരും ഹലാല് ഹറാമ് ചിന്തിക്കുന്നില്ല. സ്വത്ത് വാങ്ങുകയാണ്, കൈവശം വാങ്ങിയിട്ടില്ല. ഒരു സാധു മനുഷ്യൻ 10 സെന്റ് ഭൂമി വീടുണ്ടാക്കാൻ വേണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ചു. അത് ഈ പണക്കാരൻ അറിഞ്ഞു. അവൻ പിന്നാലെ പോയി ആ 10 സെന്റ് ഭൂമി അവനിങ്ങ് വാങ്ങിച്ചു. വാങ്ങിച്ചതിന് ശേഷം കൊടുത്തത് അഡ്വാൻസ് ഒരു 1000 രൂപ. സുബ്ഹാനല്ലാഹ്. പിന്നെ അവൻ എന്താ പറയുന്നത്? ഞാനിത് വിൽക്കാൻ എടുത്തതാ, സ്വന്തം ആവശ്യത്തിനല്ല. നേരത്തെ വീടുണ്ടാക്കാൻ ഉദ്ദേശിച്ച 10 സെന്റ് വാങ്ങാൻ ഉദ്ദേശിച്ച ചെറുപ്പക്കാരൻ ഇവനെ സമീപിക്കേണ്ടി വന്നു. അവനപ്പോഴതാ 10 ലക്ഷം കൂടുതൽ ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ കച്ചവടം തെറ്റാണേ മോമിനീങ്ങളെ, ഈ കച്ചവടം തെറ്റാണേ. കാരണം ഒരു സ്വത്ത് വാങ്ങിയാൽ ആ സ്വത്ത് കൈവശം വാങ്ങുന്നതിന് മുമ്പ് വിൽക്കാൻ പാടില്ല, കൈവശം വിട്ട് വാങ്ങാതെ വിൽക്കാൻ പാടില്ല. അഡ്വാൻസ് കൊടുത്തിട്ട് അതാ സ്വത്ത് അവന്റേതാക്കി മാറ്റിയിട്ട് മറിച്ച് വിറ്റ് കാശുണ്ടാക്കുന്ന ഏർപ്പാട് ഹലാലല്ല. വേറെ ചിലരുണ്ട്, നിന്റെ കൈവശത്തിൽ 1 ലക്ഷം ഉറുപ്പിക ഉണ്ടോ, മാസത്തിൽ 5000 തരാം, അതിങ്ങ് തന്നെ ഞാൻ ബിസിനസ്സിൽ ഇടുകയാണ്. ഹറാമാണ്. കാരണം കച്ചവടത്തിൽ ലാഭവും നഷ്ടവും വരാൻ സാധ്യതയില്ലേ. പിന്നെ ഇവരെങ്ങനെ 5000 മാസത്തിൽ ലാഭം തരൂന്ന് പറയുന്നത്? അപ്പോൾ അത് കച്ചവടമല്ല, അത് ഏകദേശം പലിശയോടനുബന്ധമായ ഒരു പരിപാടിയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, കച്ചവടത്തിൽ കൂറ് കൂടുകയാണോ, എന്നാൽ ലാഭമാണെങ്കിൽ ലാഭത്തിൽ കൂറ്, നഷ്ടമാണെങ്കിൽ നഷ്ടത്തിൽ കൂറ്. അങ്ങനെയല്ലേ കച്ചവടം. നേരെ മറിച്ച് 1 ലക്ഷം ഇങ്ങ് തന്നാൽ 5000 മാസത്തിൽ ലാഭം തരുമെന്ന് പറയുമ്പോ അത് ഹലാലാണെന്ന് ധരിക്കണ്ട, അനുവദനീയമല്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മളൊരു ബിസിനസ് നടത്തുമ്പോ വിവരമുള്ളവരെ സമീപിക്കണം. ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കണം, ഹറാമാണോ വേണ്ടെന്ന് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടം വരും, ലാ യുബാലിൽ മർഉ, മനുഷ്യൻ ആലോചിക്കൂല, വില വെക്കൂല, അമിനൽ ഹലാലി അമിനൽ ഹറാം, ഹറാമിലൂടെയാണോ സമ്പാദിക്കുന്നത്, ഹലാലിലൂടെയാണോ സമ്പാദിക്കുന്നത്, വിവേചനമില്ലാതെ സമ്പാദിക്കുന്ന കാലം വരുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിയ്യത്ത് നന്നായാ പോരാ, നിയ്യത്ത് നന്നായാ പോരാ. ഒരു ഉദാഹരണം പറയാം. വയല് കിടക്കാണ്, വയല് കിടക്കുമ്പോ ലേലം ചെയ്യാണ്. ലേലം ചെയ്യുന്നത് എങ്ങനെ? ഇതാ ഒരു സാധനം എടുത്ത്, ഇവിടെ എന്താ പറയാൻ അറിയില്ല, ഈ പെണ്ണ് ലേലം ചെയ്യുന്നു 100 റുപ്യ, വേറൊരാള് 150 റുപ്യ, വേറൊരാള് 200 റുപ്യ. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലേലത്തിൽ പങ്കെടുത്ത് വില പറയുന്നവൻ വില പറയുന്നത് എന്തിനായിരിക്കണം? അവന് സാധനം വാങ്ങാൻ വേണ്ടിയായിരിക്കണം. ചിലര് വില പറയുന്നത് എന്തിനാ? വില പറഞ്ഞ് കൂട്ടിയിട്ട് മറ്റവന്റെ തലയിലിടാൻ, വില പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് വേറൊരാളെ തലയിൽ മറിക്കാൻ. അങ്ങനെയാണെങ്കിൽ വില പറയൽ ഹറാമാണ്. വില പറയുന്നത് അവനവനെ എടുക്കാൻ വേണ്ടിയാകണം, അല്ലെങ്കിൽ വില പറയുന്നത് ഹറാമാണ്. ഇതുപോലെ ഞാനൊരു സ്വത്ത് കണ്ടുവച്ചു, ഞാനത് 10 ലക്ഷം രൂപക്ക് വാങ്ങാൻ ഉദ്ദേശിച്ചു. അങ്ങനെ അതിന്റെ ഉടമസ്ഥനെ കണ്ട് സംസാരിച്ചു. അയാള് 9.5 ലക്ഷത്തിന് എനിക്ക് വിറ്റു. ഞാനത് കൊണ്ടു, ഞാൻ വാങ്ങി, ഞാൻ വിറ്റു, ഞാൻ കൊണ്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 9.5 ലക്ഷത്തിന് ഞാൻ കച്ചവടം ചെയ്ത വിവരം വേറൊരാളറിഞ്ഞു. അയാള് നേരെ ചെല്ലുകയാണ്, 11 ലക്ഷം ഞാൻ തരാം. വില പറയൽ ഹറാമാണ്, വാങ്ങൽ ഹറാമാണ്. വില പറഞ്ഞു ഉറപ്പിച്ചതിന് മറ്റൊരാള് വില പറയുന്നത് ഹറാമാണ്.
കച്ചവടം ശരിയല്ല. ഹലാലായ മാർഗത്തിലല്ലാതെ വല്ലനയ കാശും നീ സമ്പാദിച്ചെങ്കിൽ ഓർമ്മിച്ചോളണം, ഇന്ന് 14,96,74,000 കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യനെ ഒരു ചാണ് മാത്രമോ ഒരു മൈല് മാത്രമോ മേലെ ഉദിപ്പിക്കപ്പെട്ടുകൊണ്ട് ഹാജരാക്കപ്പെടുന്ന കോടതിയില് റബ്ബിന്റെ മുമ്പിൽ വെച്ച് കാല് നീക്കി വെക്കണോ. നിന്റെ സമ്പത്ത് നീ എങ്ങനെ സമ്പാദിച്ചു, വരവിന്റെ കണക്ക് റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കണം. നിന്റെ പണം കൊണ്ട് നീ ബ്രാൻഡി കുടിച്ചോ, നീ കള്ള് കുടിച്ചോ, നീ സിനിമ കണ്ടോ, നീ തീവ്രവാദത്തിന് ബോംബ് നിർമ്മിച്ചോ, നീ ഹറാമ് ചെയ്തോ, ഹറാമിന് വേണ്ടി ഉപയോഗിച്ചോ, നീ അന്യപെണ്ണിന് ഫോണ് വാങ്ങിച്ചു കൊടുത്തോ, നിന്റെ ഫോണ് വാങ്ങി അന്യപെണ്ണിനെ വിളിച്ചോ, നീ അതാ അന്യ ഹറാമായ കാര്യം ചെയ്യാൻ വേണ്ടി നീ പണം കൊടുത്തോ, നീ പണം ചെലവഴിച്ചോ, ചെലവിന്റെ കണക്ക് റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കാതെ കാല് നീങ്ങൂല, നീക്കി വെക്കാൻ കഴിയൂല. ഹലാലിലൂടെ ജീവിച്ചോ, ഹറാമ് കൈയൊഴിച്ചോ, റബ്ബിനോട് പ്രാർത്ഥിച്ചോ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക്, പടച്ച റബ്ബേ ഹറാമിൽ നിന്ന് ഹലാൽ കൊണ്ട് ഐശ്വര്യം തരണേ. അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക് വബിതാഅതിക അൻ മഅസിയതിക്, നിനക്ക് നല്ല കാര്യം ചെയ്തുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് തരണം, തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ഭാഗ്യം തരണം. അതേ വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, മറ്റൊരാളോട് യാചിക്കാതെ വേറെ ഒരാളെ മുനാശിക്കാതെ റബ്ബേ നിന്നെ കൊണ്ട് എനിക്ക് ഐശ്വര്യം തരണേ. പ്രാർത്ഥിക്കാനല്ലേ പഠിപ്പിച്ചത്, ഹറാമ് കലരാതെ ജീവിക്കണം. ഹറാമ് വന്നാലോ ഹബീബായ നബിതങ്ങൾ പറയാണ്, അതേ മാനബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി, മാനബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി, ഹറാമിലൂടെ ഉണ്ടായ മാംസം അത് നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. നീ മുതലാളിയുടേത് കട്ടുകൊണ്ടുവന്നാലും, നീ തൊഴിലാളിയെ വഞ്ചിച്ച് അവന്റെ വേതനം കൊടുക്കാതെ സമ്പാദിച്ചാലും, നീ ഹറാമിലൂടെ ഉണ്ടാക്കിയാൽ അതിനാൽ വളരുന്ന നിന്റെ സെല്ലുകള്, നിന്റെ ശരീരത്തിന്റെ മാംസങ്ങള്, നിന്റെ ഭാര്യയുടെ മാംസങ്ങള്, നിന്റെ ഉമ്മബാപ്പയുടെ ശരീരങ്ങള്, നിന്റെ പിഞ്ചുമക്കളെ ശരീരങ്ങള് നീ നരകത്തിലെത്തിക്കുകയാണ്. നീ പ്രിയം വെക്കുന്ന ഭാര്യയെ, നീ സ്നേഹിക്കുന്ന പിഞ്ചുമക്കളെ നീ എന്തിന് ഹറാമ് തീറ്റിച്ചിട്ട് നരകത്തിലെത്തിക്കണം സുഹൃത്തേ? ആ പിഞ്ചുമക്കൾ നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നിന്റെ ഭാര്യയും ബാപ്പയും ഉമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവരെ എന്തിന് നീ ഹറാമിലേക്ക് കൊണ്ടുപോകണം? അതുകൊണ്ടോ ചെറുപ്പക്കാരെ, എനിക്ക് ഹറാമ് വേണ്ടെന്നുറപ്പിക്കണം, ഹലാലിലൂടെ മാത്രമേ സമ്പാദിക്കൂ എന്നുറപ്പിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, കൊടുക്കുന്ന രാജാവ് അല്ലാഹ്, അവൻ തീരുമാനിച്ചത് ആർക്കും തടയാൻ സാധ്യമല്ല. അവൻ തീരുമാനിക്കാത്തത് വാങ്ങിത്തരാൻ ഒരു കാരണം കൊണ്ടും സാധ്യവുമല്ല. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു സ്ഥലത്ത് കയറണം. തന്റെ കുതിരയെ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ കുതിരനൊന്ന് നോക്കണം, ഞാൻ വേഗം വരും, പറഞ്ഞ സമയം കൊണ്ട് വരും. കുതിരന്റെ കടിഞ്ഞാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ച് അലി റളിയല്ലാഹു അൻഹു പോയിട്ട് മടങ്ങി വരുമ്പോ അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, ആ കടിഞ്ഞാണും പിടിച്ച് നിന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണം, സന്തോഷത്തിന് പൊരുത്തത്തിനും കൊടുക്കണം. 2 ദിർഹം എടുത്തു, 2 ദീനാർ അല്ലെ ദിർഹം, 2 ഉറുപ്പിക എടുത്തിട്ട് വെള്ളിയുടെ അല്ലെ സ്വർണത്തിന്റെ ഉറുപ്പിക എടുത്ത് കൈ പിടിച്ച് കൊടുക്കാൻ വേണ്ടി വന്നു നോക്കുമ്പോ കുതിര അവിടെ ഉണ്ട്. കുതിരയെ നോക്കാൻ ഏൽപ്പിച്ച ചങ്ങാതി കുതിരയുടെ കടിഞ്ഞാണും കാട്ടിട്ട് പോയി കളഞ്ഞു. യഥാർത്ഥ കുതിര അവിടെ ഉണ്ട്. അതിനേക്കാളും വലിയ കുതിരയായി പോയി ഇവൻ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ബഹുമാനം ഈ ഒറിജിനൽ കുതിരക്കറിയാ, ഈ മനുഷ്യ കുതിരക്ക് അറിഞ്ഞുകൂടാത്തത്. അവൻ കട്ടിട്ടാ പോയത്.
അലി റളിയല്ലാഹു അൻഹു ആ വകയിൽ മനസ്സിന് വിഷമവും തോന്നിയില്ല. കാരണം ഒരുത്തൻ കട്ട കൊണ്ട് നമ്മൾ പരാജയപ്പെടുമെന്നില്ല, നമുക്ക് അള്ളാഹുവിന്റെ അടുക്ക കൂലിയിട്ടു. അലി റളിയല്ലാഹു അൻഹു അടിമയെ വിളിച്ചിട്ട് ആ 2 ദീനാറിലെ 2 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അങ്ങാടി പോയിട്ട് കടിഞ്ഞാട് വാങ്ങിക്കൊണ്ടുവരണം. കടിഞ്ഞാട് വാങ്ങാൻ വേണ്ടി അടിമ ചെന്ന് നോക്കുമ്പോ ഈ കട്ടുപോയ മനുഷ്യൻ അങ്ങാടിയിൽ കടിഞ്ഞാട് വിൽക്കാൻ നിൽക്കുന്നുണ്ട്. കട്ടുകൊണ്ടുപോയ കടിഞ്ഞാട് വിൽക്കാൻ നിൽക്കുന്നത്. നിന്റെ കടിഞ്ഞാട് വിൽക്കുക വെച്ച് വിൽക്കുവന് എത്ര റുപ്യ? 2 റുപ്യ. ഈ 2 റുപ്യ കൊടുത്തിട്ട് വാങ്ങി കടിഞ്ഞാട് കൊണ്ടുവന്ന് അലി റളിയല്ലാഹു കൊടുത്തു. അലി റളിയല്ലാഹു പറഞ്ഞു, മനുഷ്യന്മാരെ കഥ നോക്ക് നിങ്ങൾ, അള്ളാഹു കണക്കാക്കിയതേ കിട്ടൂ. ഞാൻ അയാൾക്ക് നല്ല പൊരുത്തത്തോടെ ഹലാലായ നിലക്ക് 2 ദിർഹം കൊടുക്കാൻ വേണ്ടി കയ്യിലെടുത്ത് പിടിച്ച് വന്നതാ. പക്ഷെ അയാൾക്ക് അത് ഹറാമായ നിലക്ക് എന്നെ കിട്ടണമെന്ന് നിർബന്ധം. ഞാൻ ആ 2 എന്തായാലും കൊടുക്കുമായിരുന്നു, പക്ഷെ അയാൾക്ക് ഹറാമായ നിലക്ക് എന്നെ കിട്ടണമെന്ന് നിർബന്ധം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നിശ്ചയിച്ചതേ കിട്ടൂ. ഹലാലായ നിലക്ക് റബ്ബ് നിശ്ചയിച്ചത് കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നേറണം. ഹറാമുമായി ബന്ധപ്പെടരുത്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്നവര് സദസ്സിലേക്ക് വരണം. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. പ്രായമുള്ളവരൊന്നും നിൽക്കണ്ട, വയസ്സുള്ളവരൊന്നും നിൽക്കണ്ട, ചെറുപ്പക്കാർ മാത്രം. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഒരു ദിവസം ഇങ്ങനെ യാത്ര പോവുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പോലെ അല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ പ്രൗഢിയിൽ ജീവിച്ച നബിയാണ്, റസൂലാണ്. ഈസാ നബി അലൈഹിസ്സലാം വളരെ പാവപ്പെട്ട നിലക്ക് ജീവിച്ച റസൂലാണ്, നബിയാണ്. അമ്പിയാക്കളിൽ 2 തരക്കാരുണ്ട്. ചിലര് വലിയ പണക്കാരും ഭരണാധികാരികളുമാണ്, ചിലര് വളരെ പാവപ്പെട്ട നിലക്ക് ജീവിച്ചവരാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ശറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലതായിഫുൽ ബിദനിൽ പറഞ്ഞത്, എനിക്ക് അല്ലാഹു ചെയ്ത ചില നിഅമത്തുകളുണ്ട്, അതിൽപ്പെട്ട ഒരു നിഅമത്താണ് ഞാനൊരു ആലിമിനെയും കുറ്റം പറയാറില്ല, ഒരാലിമിനെയും അവമതിക്കാറില്ല. ചില ആലിമീങ്ങൾക്ക് പ്രൗഢിയോടുകൂടെ ജീവിക്കുന്ന ചില ആലിമീങ്ങളുണ്ട്. നല്ല അന്തസ്സുള്ള ഡ്രസ്സ്, നല്ല വിലക്കുള്ള കാറ്, നല്ല അന്തസ്സുള്ള വീട്, അങ്ങനെ പ്രൗഢിയിൽ ജീവിക്കുന്ന ചില ആലിമീങ്ങളുണ്ട്. വളരെ പാവപ്പെട്ട നിലക്ക് ജീവിക്കുന്ന ആലിമീങ്ങളുമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ശറാനി തങ്ങൾ പറയാണ്, സുലൈമാൻ നബിയുടെ ഖദമിലുള്ള ഔലിയാക്കളുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഖദമിലുള്ള ഔലിയാക്കളുമുണ്ട്. എല്ലാ വലികളും ഓരോ നബി വശി, ഞാൻ എന്റെ സീബാവ കൽബശി എന്നോവർ. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞില്ലേ, ഓരോ ഔലിയാക്കളും ഓരോ നബിമാരുടെ ഖദമിലാണ്. അപ്പൊ ചില ഔലിയാക്കള് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഖദമിലാണ്. അവര് വലിയ പ്രൗഢിയോടുകൂടി ജീവിക്കുകയാണ്, അവര് വലിയ പണക്കാരാണ്, പ്രൗഢിയുള്ളവരാണ്, നല്ല പ്രൗഢിയുള്ള വണ്ടിയിൽ പോകാണ്, നല്ല പ്രൗഢിയുള്ള വീട്ടിൽ താമസിക്കുകയാണ്. അങ്ങനെ ചില ആലിമീങ്ങളുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഖദമിലായി വളരെ പാവപ്പെട്ടവരായി ജീവിക്കുന്ന ആലിമീങ്ങളുമുണ്ട്. മോനെ, നീ ഒരൊറ്റ ആലിമിനെയും കുറ്റം പറഞ്ഞിട്ട് നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തരുതേ. അമ്പിയാക്കളിൽ 2 തരക്കാരുള്ളത് പോലെ അവരെ ഖദമിലുള്ള ഔലിയാക്കളിലും ആലിമീങ്ങളിലും 2 തരക്കാരുണ്ട്. പാവപ്പെട്ട പണ്ഡിതന്മാരെ നീ നിന്ദിക്കണ്ട, അതേ സമയത്ത് നല്ല പ്രൗഢിയിൽ ജീവിക്കുന്ന ആലിമീങ്ങളെ നീ അവമതിക്കണ്ട, കുറ്റം പറയണ്ട എന്ന് ഇമാം ശറാനി റളിയല്ലാഹു അൻഹു ലതായിഫുൽ മിനനിൽ വളരെ വിശദമായി പറഞ്ഞത് കാണാം. അതിനൊരുപാട് ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴത് പറയാനും സമയമില്ല. മഹാനായ മുഹമ്മദ് ബിൻ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥലത്തേക്ക് ശാഫി ഇമാം തങ്ങൾ ചെന്നപ്പോ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. കരഞ്ഞുപോയതെന്താ? മാലിക് ഇമാമിന്റെ അടുത്തുനിന്നാ പോയത്. മാലിക് ഇമാം തങ്ങൾ വളരെ വിഷമത്തിലും ഞെരുക്കത്തിലുമാണ്.
അങ്ങ് ഇറാഖിൽ ചെന്ന് നോക്കുമ്പോ അബൂ ഹനീഫ തങ്ങളെ ശിഷ്യൻ വലിയ പണക്കാരനാണ്, വലിയ പ്രൗഢിയിലാണ്. ആ പണവും പ്രൗഢിയും കണ്ടപ്പോ ശാഫി ഇമാം തങ്ങൾ കരഞ്ഞുപോയി. അതേ, നമ്മളെ ഉസ്താദിന് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, കരഞ്ഞുപോയി. അതേ സമയത്ത് ശാഫി ഇമാമിന് അസൂയൊന്നും തോന്നിയിട്ടില്ല. അപ്പോഴാ മുഹമ്മദ് ബിൻ ഹസൻ തങ്ങൾ പറഞ്ഞു, ഓ ഇമാം ശാഫി, ഇതിൽ ഹറാമായ ഒരു സ്വത്തുമില്ല, ഹലാല് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിന് ശരിക്ക് കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കാറുണ്ട്. അല്ല സക്കാത്ത് എനിക്ക് ഫർളാക്കിയത് എനിക്കിത് ഹലാലായത് കൊണ്ടല്ലേ. ഹറാമായ സ്വത്തിന് അല്ല സക്കാത്ത് കണക്കാക്കൂലല്ലോ. അപ്പൊ അല്ലാഹു തആല സക്കാത്ത് കണക്കാക്കിയത് തന്നെ എനിക്കിത് ഹലാലായത് കൊണ്ടല്ലേ, ഹറാമായത് ഇതിലൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ ദുന്യാവിനെ പൂജിക്കുന്നുമില്ല, എന്റെ മനസ്സിന്റെ ഉള്ളിൽ കടത്തിയിട്ടുമില്ല. പകുതി ഞാൻ നിങ്ങൾക്ക് തരട്ടെ ശാഫി ഇമാം തങ്ങളെ. ശാഫി ഇമാം തങ്ങൾ പറഞ്ഞു, എനിക്കത് വേണ്ട. കാരണം അതുണ്ടായാൽ അതും കൊണ്ടിങ്ങനെ നടക്കണം. അപ്പൊ സ്വന്തം പണി നടക്കൂല, ഇൽമു പ്രചരിപ്പിക്കാൻ കൂടുതൽ സമയം കിട്ടൂല, മറ്റ് വിഷയങ്ങൾക്ക് നേരം കിട്ടൂല. സുബ്ഹാനല്ലാഹ്. സുഹൃത്തുക്കളെ, ഹലാലായ സ്വത്തിന് കുഴപ്പമൊന്നുമില്ല. അതേ ശാഫി ഇമാം തങ്ങൾ മദീനയിലേക്ക് മടങ്ങി വന്ന് നോക്കുമ്പോ സ്വന്തം ഉസ്താദായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഒരുപാട് സ്വത്തുണ്ട്. നേരത്തെ പോകുമ്പോഴുള്ളതുപോലല്ല, ഇപ്പൊ ഉസ്താദിന് ധാരാളം സ്വത്തുക്കളുണ്ട്. ഷാഫി ഇമാമിനോട് ഉസ്താദായ മാലിക് ഇമാം പറഞ്ഞു, ഇമാം ഷാഫി, ഞാൻ മോശമായി, ഞാൻ ദുന്യാവിന്റെ ആളായി ഇത് തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ പണ്ടത്തതുപോലെയുണ്ട്. ഇതൊക്കെ എനിക്ക് ഓരോരുത്തർ ഹദിയ കൊണ്ട തന്നതാണ്. ഓരോരുത്തർ എനിക്ക് ഹദിയായി കൊടുത്തേച്ച സ്വത്താണ്. അതില് ഹലാലല്ലാതെ ഹറാമൊന്നുമില്ല. ഈ സംഭവങ്ങളൊക്കെ ഇമാം ഷഹറാനി ലതായിഫുൽ മിനൻ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, ഏതെങ്കിലും പണ്ഡിതന്മാർ പ്രൗഢിയിൽ ജീവിക്കുന്നത് കണ്ടാൽ, അവർക്ക് ധാരാളം പണം കണ്ടാൽ, നല്ല ഡ്രസ്സും ബസ്സുമൊക്കെ ആയി പോകുന്നത് കണ്ടാൽ, ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ് നിന്റെ ആഖിറം നീ നഷ്ടപ്പെടുത്തരുതേ. നീ നിന്റെ ആഖിറം നഷ്ടപ്പെടുത്താൻ നോക്കണേ. സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം പാവപ്പെട്ട നിലക്ക് ജീവിച്ച നബിയാണ്. ദിവസം ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, ഞാനും വരട്ടെ തങ്ങളെ. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, വരണ്ടാന്ന് പറഞ്ഞു. അല്ലല്ല, ഞാനും വരും. നിർബന്ധം പിടിച്ചു. എന്നാ വന്നോ. ഈസാ നബി അലൈഹി സ്വലാം ഒരു ചെറിയ പൊതി അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു. ഇത് കൈ പിടിച്ചോന്ന്. അതെന്താ? അത് 3 പത്തിരിയാ, 3 പത്തിരിയുടെ ഒരു പൊതിയാ. അത് കൈ പിടിച്ചോ. അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയി. ഞാനിപ്പോ വരുമ്പോ വണ്ടിയിൽ നിന്ന് ഒരു ചെറിയൊരു കവറുണ്ടായി, അതിൽ കുറച്ച് എള്ളുണ്ടുണ്ട്. വരുമ്പോ ഉച്ചക്ക് ഊണയിച്ചതിന്റെ ശേഷം ഉറക്കം തൂക്കുന്നത് നല്ല ക്ഷീണം കൊണ്ട് യാത്ര ചെയ്തിട്ട്, അപ്പൊ അവിടെ ഇങ്ങനെ ചട്ടൻ ചാലെത്തിയപ്പോൾ ഒരു കട്ടൻ ചായ പിടിക്കാൻ വിചാരിച്ചു. അവിടെ ഹോട്ടൽ മിലൻ എന്നൊരു ഹോട്ടൽ. അപ്പൊ അതിന്റെ മുന്നിൽ നിർത്തി ചായ പിടിക്കാൻ നിർത്തിയപ്പോ കുറെ SSFന്റെ SUSന്റെ പ്രവർത്തകന്മാർ വന്ന് പൊതിഞ്ഞ് അവര് ഒരു സഞ്ചി നിറയെ കൊണ്ടത്തന്ന് വെള്ളുണ്ട. ഒന്ന് ഞാൻ കടിച്ചു പൊട്ടിച്ച്, ബാക്കിയുള്ളത് വണ്ടിയിലുണ്ട്. നമ്മളെ വളരെ പ്രിയപ്പെട്ട ആളാണ് നമ്മളെ സുന്നി ഫൈസി. ഞാൻ സുന്നി ഫൈസിക്ക് എടുത്തു കൊടുത്തു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈസാ നബി അലൈഹി സ്വലാം പോകുമ്പോ ഒരു പൊതി കൊടുത്തു. ഇതവിടെ പിടിച്ചോന്ന് തന്നെ. സുന്നി ഫൈസിക്ക് കൊടുത്ത പോലെ തിന്നാൻ വേണ്ടി കൊടുത്തല്ല, പിടിക്കാൻ കൊടുത്തതാ. പിടിക്കാൻ കൊടുത്തതാ. ഈസാ നബി അലൈഹി സ്വലാം യാത്ര ചെയ്ത് കുറെ അങ്ങോട്ടെത്തി. ഈസാ നബി അലൈഹി സ്വലാം ഇനി നമ്മള് ഇന്ന് കഴിക്കാന്നുള്ള അല്ലെങ്കിൽ ഇരിക്കാന്നുള്ള ഇരുന്ന് അങ്ങനെ ആ പൊതി ഇങ്ങോട്ട് വാങ്ങി. പൊതി ഇത് പൊളിച്ചു നോക്കുമ്പോ പത്തിരി ഒന്ന് കാണുന്നില്ല, 2 മാത്രമേ ഉള്ളൂ, ഒന്നില്ല. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം ഇയാളോട് പത്തിരി ഒന്നെവിടെ പോയി? ഞാൻ അറിയൂല കളയെന്നല്ല ഇയാൾ. സത്യം പറ, ഒരു പത്തിരി എവിടെ? ഞാൻ അറിയൂല. ആയിക്കോട്ടെ. അപ്പൊ ഓരോരുത്തരും പത്തിരി നിന്ന് അവിടുന്ന് പിന്നെയും നടന്ന് കുറെ അങ്ങോട്ട് എത്തിയപ്പോ ഒരു സ്ഥലത്ത് നിന്ന് മാനിന്റെ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഒരു മാനിനെ ഈസാ നബി അലൈഹി സ്വലാം ഇങ്ങോട്ട് പിടിച്ചു. അതിനെ അറുത്തിട്ട് അതിൽ തിന്നു. അതിന് ഭക്ഷണമാക്കി പാകം ചെയ്ത് തിന്നു. എല്ലുകളൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് എഴുന്നേറ്റ് പോയിക്കോവാറ്. അപ്പൊ ഈ മാന് ജീവനുള്ള മാനായിട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോയി.
അള്ളാഹു ഈസാ നബി ഇസ്ലാമിന് കൊടുത്തൊരു മുഅ്ജിസത്താണ്. ഒഴിന്റെ ഉള്ളോട് കുകന്ന് ചൊന്നാരെ ഉഷാദെ കൂക്കി പാർപ്പിച്ച് വിട്ടോവർ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് അങ്ങനെ കറാമത്തുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അതൊക്കെ അള്ളാഹു തആല കൊടുക്കുന്ന പവറുകളല്ലേ. ഈസാ നബി ഇത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ എന്നോട് സത്യം പറഞ്ഞു, അള്ളാഹു എനിക്ക് തന്ന കഴിവ് കണ്ടു, നീ എന്നോട് സത്യം പറഞ്ഞു, നമ്മളെ പത്തിരി കട്ടതാരാ? ഇവർ തങ്ങളെ ഞാനെടുത്തിട്ടില്ല. അപ്പൊ പിന്നെയും കുറെ മുന്നോട്ട് പോയി. ഈസാ നബി അലൈഹി സ്വലാം ഒരു പുഴ കടക്കാനുണ്ട്. ആ പുഴ കടക്കാൻ നോക്കുമ്പോൾ പാലമില്ല, തോണിയില്ല, ഒന്നും ബോട്ടില്ല, ഒന്നുമില്ല. ഈസാ നബി സ്വലാം പറഞ്ഞു, എന്റെ കൈ പിടിച്ചു പോയി. കൈ പിടിച്ച് വെള്ളത്തിന് മേലെ കൂടി നടന്നങ്ങ് അക്കരെത്തി. ഈസാ നബി സ്വലാം പറഞ്ഞു, അള്ളാഹു എനിക്ക് തന്ന കഴിവ് കണ്ടോ? എന്നോട് സത്യം പറഞ്ഞു, നമ്മളെ പത്തിരി കെട്ടാരാ? ഇവൻ ഞാൻ കണ്ടിട്ടില്ല. ഇവൻ പിന്നെയും കളു തന്നെ. പിന്നെയും കുറെ മുന്നോട്ട് പോയി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മരുഭൂമിയിലെത്തി. കുറച്ച് മണല് പൂഴി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി കൈകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ മുഴുവനും പൊന്നായി പോയി. പൂഴി മുഴുവനും പൊന്നായി. ഈസാ നബി അലൈഹി സ്വലാം അത് 3 ഓഹരി വെച്ച്, 1 ഓഹരി 2 ഓഹരി 3 ഓഹരി പറഞ്ഞു, 1 ഓഹരി എനിക്കാണ്, 1 ഓഹരി നിനക്കാണ്, 3ാമത്തെ ഓഹരി പത്തിരി കട്ട കള്ളനിക്കാണ്. ഇവൻ പറഞ്ഞു, ഞാൻ തന്നെയാ കട്ടത്. സുബ്ഹാനല്ലാഹ്. ഇതുവരെ ഇവൻ കളവ് പറഞ്ഞു. പണത്തോടുള്ള ഒരു ഈ താല്പര്യം നോക്ക് മനുഷ്യന്റെ. പണം കിട്ടുമെന്ന് കണ്ടപ്പോ ഇവൻ പറഞ്ഞു, കട്ടത് ഞാൻ തന്നെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 3 കൂമലും ഒരുമിച്ച് കൂട്ടി തട്ടിയിട്ട് പറഞ്ഞു, നീ എടുത്തടാ, എനിക്ക് വേണ്ട. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോവുകയാണ്. വറാവദത്തുൽ ജിബാൽ മിൻ ദഹബി നഫ്സിഹി ഫറാ അയ്യമാ സമമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. നബി തങ്ങൾ പട്ടിണി കിടന്ന് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ പണം കിട്ടാഞ്ഞിട്ടല്ല, പർവ്വതം തന്നെ സ്വർണമായി തരാമെന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് വെച്ചതല്ലേ. ഈസാ നബി അലൈഹിസ്സലാമിന് വേണമെങ്കിൽ, അതേ അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പവറല്ലേ, വേണമെങ്കിൽ കിട്ടിയേക്കും. പക്ഷേ വേണ്ടെന്ന് വെക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം പൊന്ന് തട്ടിയെങ്ങിട്ട് നീ എടുത്തോ എന്ന് പറഞ്ഞു പോയി. അവനാ പൊന്നിന്റെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴങ്ങന്നതാ രണ്ടാളുകൾ ദൂരെ നിന്ന് വരുന്നു. നല്ല ആരോഗ്യമുള്ള 2 ആളുകളാണ്. അവരിങ്ങനെ ദൂരെ നിന്ന് കാണുന്നത് ഒരു വലിയ കൂമല് സ്വർണമാണ്. അവിടെ ഒരാൾ ഇരുന്നിട്ടുണ്ട്. അവര് 2 ആളും മനസ്സിൽ പ്ലാൻ ചെയ്തു, അവനെ നമ്മക്കങ്ങ് കൊന്നുകളയണം, എന്നാ നമ്മക്ക് പൊന്ന് തീർത്തു എടുത്തിട്ട് പോകാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഇവര് 2 ആളുടെയും വരവ് കണ്ടപ്പോ എന്റെ ശരീരത്തിന് കേടുവരുമെന്ന് അവന് തോന്നി. അവനോടെ തന്നെ അങ്ങോട്ട് പഞ്ചായത്ത് പറയാണ്, കോംപ്രമൈസും പറയാണ്, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യണ്ട, നമുക്ക് 3 ഓഹരി വെക്കാ, 1 ഓഹരി എനിക്കും 2 ഓഹരി നിങ്ങൾക്കും, നമ്മളെല്ലാരും സന്തോഷത്തിൽ പോവാ. 2 ആളും അതിന് തയ്യാറായി. അങ്ങനെ കോംപ്രമൈസിനായി, കൊല്ലുന്നത് ഒഴിവായി. അങ്ങനെ 2 ആളും 3 ആളും അവിടെ ഇരിക്കുമ്പോ നമുക്കെന്തെങ്കിലും വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം. അതിനാരാണ് അങ്ങാടിയിൽ പോയി ഭക്ഷണം വാങ്ങുക? ഒരാൾ അതിന് പോയി, 2 ആൾ അവിടെ തന്നെ ഇരുന്നു. ഇരുന്ന 2 ആളുകളും ഇരുന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ദുനിയാവിനോട് അമിതമായ സ്നേഹമുണ്ടായാൽ വരുന്ന ഗതികേടാ പറയുന്നത്. ഇയാൾ 2 ആളും ചിന്തിക്കുകയാണ്. എന്താ ചിന്തിച്ചത്? ഇതിപ്പം 3 ഓഹരി വെച്ചാൽ ഒരു 30 കിലോ ഉണ്ടെങ്കിൽ 30 കിലോ സ്വർണമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് 2 ഓഹരി വെച്ചാൽ 15 കിലോ 2 ആൾക്ക് കിട്ടും. അതുകൊണ്ട് അദ്ദേഹം വെള്ളവും വാങ്ങി വന്നാൽ നമുക്ക് 2 ആൾക്കും കൂടി അയാളെ കൊന്നുകളയണം, എന്നാ തൂക്കം കുറെ കൂടുതൽ കിട്ടും. 2 ആളും പ്ലാൻ ചെയ്തു. ഈ വെള്ളം വാങ്ങാൻ വേണ്ടി പോയ ആളോ, അയാൾ അവിടെ എത്തിയിട്ട് ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? ഞാനിങ്ങനെ ഇവർക്ക് വെള്ളവും ഭക്ഷണവും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഞാനും അവരെ പോലെയല്ലേ, അവരവിടെ നിങ്ങൾ കസേരമേൽ ഇരുന്നിട്ട് ഞാൻ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ?
അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊണ്ടുപോകണം, വെള്ളത്തിൽ വിഷം ചേർക്കണം. വിഷം ചേർത്ത വെള്ളം കുടിച്ചാൽ രണ്ടാളും അവിടെ ചത്തുപോകും. അപ്പൊ സ്വർണം തീർത്തു എടുത്തിട്ട് എനിക്കങ്ങ് പോകാം. പോയ ചങ്ങാതി വെള്ളത്തിൽ വിഷം ചേർത്തു. വിഷം ചേർത്ത വെള്ളവുമായി അവൻ വന്നപ്പോ രണ്ടാളുകളും തീരുമാനിച്ചതനുസരിച്ച് ദുന്യാവിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് ആ മനുഷ്യനെ വെട്ടിയങ്ങ് കൊന്നു. കൊന്നിട്ട് എന്തിനാണ്? രണ്ടാൾക്കും സ്വർണം അവരവർക്ക് തന്നെ എടുക്കാനാണ്. കൊന്നതിന് ശേഷം ഇവര് രണ്ടാളും പറഞ്ഞു ഏതായാലും വെള്ളം കുടിച്ചു പോകാം. ഇവൻ കൊണ്ടുവന്ന് വെച്ച വെള്ളം രണ്ടാളും എടുത്ത് കുടിച്ചോ. ആ വിഷം കുടിച്ചിട്ട് രണ്ടുപേരും അവിടെ മലർന്നങ്ങ് വീണു. 3 മയ്യിത്താട്, ഒരു കൂബന് സ്വർണമാണ്. ഈസാ നബി അലൈഹിസ്സലാം പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരികയാണ്. വരുന്ന സമയത്ത് കാണുന്നത് എന്താണ്? ഒരു കൂമല് സ്വർണമാണ്, 3 മയ്യിത്താണ്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ദുന്യാവിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഹറാമും ഹലാലുമില്ലാതെ ചിന്തിക്കുന്നവന്, എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് വിചാരിക്കുന്നവന് അത് അവന്റെ നാശത്തിന് കാരണമാണ്. ഓ സുഹൃത്തുക്കളെ, കൊടുക്കുന്ന രാജാവിലേക്ക് കൽബ് തിരിച്ച് ഹലാലായത് മാത്രം മതിയെന്ന് ചിന്തിച്ച് ജീവിച്ച് മരിക്കണേ. ആരോടെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടോ? കൃത്യമായി കൊടുക്കണേ. കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൊരുത്തപ്പെടിക്കണേ. കഴിയുമ്പോ കൊടുക്കണേ. കടം വാങ്ങിയിട്ട് കൊടുക്കാത്തവൻ അദ്ദേഹത്തിന്റെ മയ്യിത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചില്ല. കടത്തോടെ മരിച്ചവന് ഞാൻ നിസ്കരിക്കുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് കടം വാങ്ങിയാൽ കൊടുക്കണമെന്ന ബോധമുണ്ടാകണം. പണം നമ്മൾ ആഖിറം നഷ്ടപ്പെടുത്തരുത്. അല്ലാഹുവേ, ഞങ്ങളെ കടത്തോടെ മരിപ്പിക്കരുത്. അല്ലാ, മറ്റൊരാളെ ഹക്ക് ഞങ്ങളെ കയ്യിൽ പെടുത്തരുത്. അല്ലാ, ഹലാല് കൊണ്ട് ഞങ്ങൾക്ക് മതിയാക്കണേ. അല്ലാ. സുഹൃത്തുക്കളെ, ഉറൂസ് സമാപനമാണ്. ഉറൂസ് എന്തിനാണ്? ഔലിയാക്കളെ സ്നേഹിക്കാനാണ്, മഹാന്മാരെ ആദരിക്കാനാണ്. അതിലൂടെ നമുക്ക് നേടേണ്ടത് സ്വർഗമാണ്. അതിന് ഔലിയാക്കളെ വഴി പിന്തുടരാൻ ശ്രമിക്കണം. കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം. നിസ്കരിക്കാതെ ഔലിയാക്കളോട് സ്നേഹമുണ്ടെന്ന് പറയുന്നത് കാപട്യത്തിന്റെ സ്നേഹമല്ലേ? കഴിവുള്ളവൻ സകാത്ത് കൊടുക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, ഉമ്മബാപ്പമാരെ പരിഗണിക്കണം, മക്കൾക്ക് നന്മ ചെയ്യണം, ഭാര്യമാർക്ക് നല്ലത് ചെയ്തു കൊടുക്കണം, ഭാര്യമാരെ ചീത്ത പറയരുത്, ഭാര്യമാരെ തെറി പറയരുത്, ഭാര്യമാരെ വേദനിപ്പിക്കരുത്, അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയരുത്. ഓ ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറണം. അവരെ മനസ്സിന് വേദനയുണ്ടാക്കരുത്. നിങ്ങൾ ആൺമക്കളുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കരുത്. ഓ പെൺകുട്ടികളെ, സ്വന്തം ഉമ്മയേക്കാൾ നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മാനെ ബഹുമാനിക്കണം, മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കണം. മമ്മാത്തത്ത് വസൗജുഹാ അൻഹാ റാദ് ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തം കിട്ടി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നുവെന്നല്ലേ പറഞ്ഞത്? ആ ഭർത്താവിന്റെ പൊരുത്തം കിട്ടാൻ ഭർത്താവിന്റെ ബാപ്പയെയും ഉമ്മയെയും പരിചരിക്കുന്ന സൽക്കർമ്മത്തിന് തയ്യാറാകണേ. ഓ ഉമ്മമാരെ, നിങ്ങളെ മക്കള് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികളോട് എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞവരെ മനസ്സ് വേദനിപ്പിക്കരുതേ. അവരെ പൊന്നിന്റെ തൂക്കം നോക്കി അവരെ നിങ്ങൾ വേദനിപ്പിക്കരുതേ. നല്ല സ്വഭാവം
സ്വഭാവത്തോടെ ജീവിക്കണം, നല്ല വാക്ക് മാത്രം പറയണം, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം, സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂടണം. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളുടെ ഈ പരിപാടിയിൽ വർഷങ്ങളായി പങ്കെടുക്കുന്നു, താജുൽ ഉലമയുടെ കൂടെ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ താജുൽ ഉലമയെ കാണുന്നില്ല, അവിടുന്ന് വഫാത്തായി പോയി. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ ഓർമ്മിക്കുകയാണ്, ഇനിയൊരു പ്രാവശ്യം വരും, അത് ഏത് ഉറൂസാണെന്നറിയില്ല, അടുത്തതോ അപ്പുറത്തതോ അതിന്റെയും അപ്പുറത്തതോ എനിക്കറിയില്ല. ഒരു ദിവസം ഈ ഉറൂസിൽ പങ്കെടുക്കാത്തൊരു ദിവസം ഈ പാവപ്പെട്ട എനിക്കും വരാനില്ലേ, നിങ്ങൾക്കും വരാനില്ലേ? നമ്മളൊക്കെ യാത്ര പോകുന്നവരല്ലേ, ഡേറ്റ് മനസ്സിലാകാത്തവരല്ലേ? ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവനാരോ, അതിനു വേണ്ടി സംസാരിക്കുന്നവനാരോ, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാരോ, അതിനു വേണ്ടി ചെലവഴിക്കുന്നവനാരോ, അതിനു വേണ്ടി ആയുസ്സും ആരോഗ്യവും ശരീരവും വെച്ചവനാരോ, അതിന് ധനം ചെലവഴിക്കുന്നവനാരോ, അവനാണ് വിജയിച്ചവൻ കേട്ടോ. 5 കാര്യം ചോദിക്കുമെന്ന് പറഞ്ഞതിൽ 5ാമത്തെ കാര്യം എന്താണ്? പഠിച്ചതനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദ്യമുണ്ട്. പഠിച്ചതുപോലെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്റെ ചെറുപ്പക്കാരെ, സിനിമക്ക് പോകാതെ, മദ്യപാനത്തിന് പോകാതെ, അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാതെ, അന്യ പെണ്ണിനെ വിളിച്ച് ശല്യം ചെയ്യാതെ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാകണം, SSFന്റെ സജീവ പ്രവർത്തകരാകണം, SYSന്റെ പ്രവർത്തകരാകണം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരാകണം. ഈ മഹല്ലിലെ ജമാഅത്ത് അതിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണം, എല്ലാവരും സഹായിക്കണം. അതുപോലെ എല്ലാ മുസ്ലിമീങ്ങളുടെയും ജമാഅത്തുകളിൽ, അവിടെയുള്ള മദ്രസകളിൽ, പള്ളികളിൽ എല്ലാവരും സഹകരിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ച് മരിക്കാൻ ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്ക്, ജീവിച്ചിരിക്കുന്ന സാദാത്തുക്കൾക്ക്, ജീവിച്ചിരിക്കുന്ന ഉമറാക്കൾക്ക്, ജീവിച്ചിരിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക്, ജീവിച്ചിരിക്കുന്ന പ്രവർത്തകന്മാർക്ക്, വിദേശത്തും നാട്ടിലും നമ്മുടെ ദീനിനെ സഹായിക്കുന്ന മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് നമുക്കും റബ്ബ് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരട്ടെ. ഞാനിതിങ്ങനെ വരുമ്പോ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ വിളിച്ചു. ഞാൻ ഏകദേശം ഒരു 20-25 ദിവസമായി ഉസ്താദ് അവറുകളുമായി സംസാരിച്ചിട്ടില്ല. ഞാൻ വിദേശത്തായിരുന്നു. വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എവിടെ പോന്നു. ഞാൻ പറഞ്ഞു കന്യാണപ്പൂവാണ്. ഉസ്താദിന് വലിയ സന്തോഷമായി. എന്നോട് പറഞ്ഞു നീ അവിടെ എത്തിയാൽ മൈക്കിൽ ഞാൻ 2 വാക്ക് അവിടെയുള്ള മനുഷ്യന്മാരോട്, അവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കും. ഞാൻ പോകണമെന്ന് പലനിൽക്കും ഉദ്ദേശിച്ചു, സാധിച്ചില്ല. അതുകൊണ്ട് അവിടെയുള്ള ജമാഅത്തിന്റെ ആളുകളോടും അവിടെ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളോടൊക്കെ പറയണം. അതുകൊണ്ട് ഞാൻ തന്നെ ഡയറക്റ്റ് പറയും, നീ അവിടെ എത്തിയാൽ മൈക്കിൽ ഒന്ന് ഫോൺ വിളിച്ചു കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. അതനുസരിച്ചാണ് ഞാനിവിടെ വന്നപ്പോൾ വിളിച്ച് നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരം തന്നത്. അല്ലാഹു തആല ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈ പ്രായമുള്ള സമയത്തും ഇവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടുത്തെ മനസ്സിൽ കന്യാടയും ജമാഅത്തും ഇവിടെയുള്ള ജനങ്ങളും എല്ലാം അവിടുത്തെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഈ തിരക്കിനിടയിലും വിളിച്ച് എന്നോട് അങ്ങനെ ഏൽപ്പിക്കാൻ കാരണം. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഏത് ചെറിയവരോടും ഏത് വലിയവരോടും എല്ലാവരോടും വലിയ സ്നേഹവും വലിയ കൂറും പുലർത്തിയാണ് അവിടുത്തെ ജീവിതം. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിക്കൊടുക്കട്ടെ. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ താജുൽ ഉലമക്കും നൂറുൽ ഉലമക്കും നമ്മളെല്ലാ ആലിമീകൾക്കും അല്ലാഹു ദീർഘായുസ്സും അല്ലാഹു തആല അവരുടെ ദർജനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ആലിമീകൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങളടക്കം നമ്മുടെ മഹല്ലത്തിന് നേതൃത്വം കൊടുക്കുന്ന സയ്യിദന്മാർക്കും ആലിമീകൾക്കും ഇവിടുത്തെ മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും സഹകാരികൾക്കും സഹായികൾക്കും ഈ ഉറൂസിന് വേണ്ടി അധ്വാനിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഇപ്പോഴും
നാളത്തെ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരും ഭക്ഷണം കൊടുക്കുന്നവരും അതിന് സഹായിച്ചവരും അള്ളാഹു എല്ലാവർക്കും നീ സ്വർഗം തരണം റഹ്മാനെ. എല്ലാവരും ബഹുമാനപ്പെട്ട താജുൽ മുതൽക്ക് ഇവിടെ കിടക്കുന്ന ഷാഹുൽ അമീതങ്ങൾ മുതൽക്ക് എല്ലാ മഹാന്മാരുടെ പേരിലും നമ്മിൽ നിന്ന് മരിച്ചുപോയ കുടുംബങ്ങളുടെ പേരിലും ഒക്കെ ഫാത്തിഹയും സൂറത്ത് ഓതിയിട്ട് ദുആ ചെയ്യണം. ഫാത്തിഹയും സൂറത്ത് ഓതും എല്ലാവരും നല്ല സംഭാവന തരണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. ദർഗ പുതുതാക്കിയിട്ട് പണിയാൻ വേണ്ടിയിട്ട് നല്ല സംഭാവന വേണം എന്ന് സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു തആല നമുക്ക് ആരോഗ്യം തരട്ടെ. ഞാൻ വളരെ നീണ്ട യാത്ര ചെയ്ത് വളരെ ക്ഷീണിതനാണെങ്കിലും ഇവിടെ ആയതുകൊണ്ട് വന്നതാണ്. അല്ലാഹു തആല നമുക്കുള്ള സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ആരാണ് ദർഗന്റെ പണിക്ക് കുറച്ച് സിമെന്റ് തരിക? ഒരു 100 ചാക്ക് സിമെന്റ് ഗോണി എന്ന് അവിടെ പറയാ, അല്ല ചാക്ക് ഗോണി, 100 ഗോണി 50 ഗോണി അങ്ങനൊക്കെ ആരാ കുറച്ച് സിമെന്റ് തരിക? വലിയ സന്തോഷമാണ്. ആരെങ്കിലും ഉണ്ടേ ഒന്ന് വേഗം പറയും. SSF കല്യാണ സെക്ടർ 11,111. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു കുട്ടികൾക്ക് നല്ല പ്രവർത്തനം നടത്താനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ആരാ ഉള്ളത്? കുറച്ച് സിമെന്റ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറയും, സമയമല്ല. വളരെ ക്ഷീണമുണ്ട് എനിക്ക്. നിങ്ങൾക്ക് കൂടെ അടുത്തെത്തിയാൽ എനിക്കത്ര ഓടാണ്ട്. നിങ്ങൾ രാവിലെ നീ സുബൈക്കരിച്ചാൽ ക്ലാസ് എടുക്കുമ്പോൾ 5,000 രൂപ കബീർ. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ചെറുതാക്കിയിട്ടാണ് നല്ലോണം. വേറെ ആരുണ്ട്? വേഗം പറയും. കുറച്ച് സിമെന്റ് തരാന് 150 കയ്യിലെ 25 പറ്റൂലേ? 10 പറ്റൂ. ഓരോരുത്തർ കഴിവനുസരിച്ച് പറയും. ആരെങ്കിലും ഒരാൾ പറയും. എത്ര? 25 ചാക്ക്. അൽഹംദുലില്ലാ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. 25 കോടി എന്ന് പേര് പറഞ്ഞു കൊടുത്തേക്ക് അവിടെ പോയിട്ട്. അബ്ദുർ റഹീം 25. അല്ലാഹുവെ ഇതിൽ സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഷാഹുൽ ഹമീദ് തങ്ങളോടുകൂടെ സ്വർഗത്തിൽ നിർമ്മിച്ചു വിടാൻ ഭാഗ്യം തരണം റഹ്മാൻ. അല്ലാഹുവെ നിന്റെ മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നവർക്ക് സൗകര്യമുണ്ടാക്കാൻ വേണ്ടി ആരാണോ സഹായിക്കുന്നത് അവരെ നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. മുമ്പ് ഒരുപാട് ആൾ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കും എല്ലാ ഖൈറും നൽകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടേ വേഗം പറയും. ഒരു കുറച്ച് സിമെന്റ് ആരെങ്കിലും ഉണ്ടേ വേഗം പറയും. 25 ചാക്ക് ഒരാൾ പറഞ്ഞു. വേറെ ആരുണ്ട്? 25, 10, 5 ഇത്രയൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടേ വേഗം പറയും. സമയമില്ല. അബ്ബാസ് 10,000 രൂപ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇവിടെ ഒരു ഫാൻ ഉണ്ടായിരുന്നു നേരത്തെ. ഇനി ഇടുന്നതിന് കുഴപ്പമില്ല. നേരത്തെ ഞാൻ വേണ്ടാന്ന്. അധികം അടുത്ത് വെക്കണ്ട ദൂരെ. എനിക്ക് പറ്റൂല. പിന്നെ ചൂട് കൂടുതലായതുകൊണ്ട് മാത്രം ഉപയോഗിക്കും. അൽഹംദുലില്ലാ. 5 കോണി സിമെന്റ്. 2 കുട്ടികൾ വിസിറ്റ് പോയിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുട്ടികളെല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 5 കോണി. പിന്നെ ആരോ ഉണ്ടോ? വേഗം പറയും. ഖാസിം കന്യാന 10 ചാക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒന്നായിട്ട് ദ്വാരക്ക. പിന്നെ ആരാള്? ആസിഫ് 4,600. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പിന്നെ ആരാ? വേഗം പറയും. അബ്ദുൽ ഹമീദ് 2,000. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. വേറൊരു അബ്ദുൽ ഹമീദ് 1000. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. റസാഖ് ബായാർ 5 കോണി. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. വേഗം പറയും. ഒന്നിച്ച് ദ്വാരക്ക. അർഹമുർ റഹീമീനായ റബ്ബേ ഇതിൽ പങ്കുചേരുന്നവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ. അവരുടെ ബിസിനസ്സുകളിലും ജോലികളിലും പഠനങ്ങളിലും ആയുസ്സിലും ആരോഗ്യത്തിലും കുടുംബത്തിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. സർവ്വ മുസീബത്തുകളിൽ നിന്നും കാവൽ നൽകണം റഹ്മാനെ. സർവ്വ രോഗങ്ങളിൽ നിന്നും കാവൽ നൽകണം റഹ്മാനെ. ഇനി ആരുണ്ട്? വേഗം പറയും. ഇനി ആരുണ്ടോ കുറച്ചുകൂടി സിമെന്റ് പറയാൻ? അല്ലാഹ് എല്ലാവരും ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കാം. എല്ലാവരും ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതുമ്പോൾ ഇതിലിങ്ങനെ വരിക. അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന എല്ലാവരും തരും. അങ്ങോട്ട് പോവുക, ഇങ്ങനെ വരിക, അങ്ങോട്ട് പോവുക. എല്ലാവരും ഇങ്ങനെ വരിക. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന വരിക. കൈ ആരും പിടിക്കരുത്. കൈ പിടിച്ചാൽ എനിക്ക് വേദനയാവും. അതുകൊണ്ട് കൈ പിടിക്കരുത്. മുഹമ്മദ് 5,000 രൂപ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. കഴിയുന്ന ആളുകൾക്ക് കഴിയുന്ന സംഭാവന എല്ലാവരും കൈ കൊണ്ട് തരിക. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. സിറാജുൽ കുട്ടീന്റെ കൊടുത്തു. സിറാജുൽ നേരത്തെ പൈസ ആ കുട്ടീന്റെ കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരു 10 സ്വലാത്ത് എല്ലാവരും ചെല്ലുക. അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന എല്ലാവരും തരാം. എൻ്റെ നമുക്ക് ദ്വാരക്കണം. തുടക്കം മുതലേ സംഭാവന അറിഞ്ഞുകൊണ്ട് ഉറൂസിന്റെ തുടക്കം മുതലേ സംഭാവന കൊടുത്തവരും സഹായിച്ചവരും പ്രവർത്തിച്ചവരും അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാക്കിർ രണ്ടിയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ രാവിലെ 9 മണിക്ക് ഇവിടെ മൗലൂദ് നടക്കുകയാണ്. സയ്യിദ് KS ആറ്റക്കോയ തങ്ങളവരുടെ നേതൃത്വത്തിൽ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا رب صل عليه وسلم. സംഭാവന എല്ലാവരും തരണം. ഞാൻ ദുആ തുടങ്ങാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. أرحم الراحمين يا ربي. ഞങ്ങൾ നിന്റെ ഖുർആനിൽ ഓതിയതും ഞങ്ങൾ ചൊല്ലിയ സലാത്തും ഞങ്ങൾ സംസാരിച്ചതും ഞങ്ങളെ ഈ ഉറൂസ് പരിപാടിയും ഇവിടെ സദഖകൾ കൊടുത്തതും കൊടുക്കുന്നതും വാഗ്ദത്തം ചെയ്യുന്നതും ഇതിനുവേണ്ടി അധ്വാനിച്ചതും പ്രവർത്തിച്ചതും എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം സാധുക്കളായ ഞങ്ങൾക്ക് നൽകുന്നതിന്റെ പുറമെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് റഹ്മാനായ റബ്ബേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് എല്ലാ അമ്പിയാക്കളെ ഹദ്റത്തിലും സർവ്വമഹാന്മാരെ ഹദ്റത്തിലും ഇവിടെ മറവ് ചെയ്യപ്പെട്ട ഷാഹുൽ ഹമീദ് തങ്ങളടക്കം താജുൽ ഉലമയടക്കം നൂറുൽ ഉലമയടക്കം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാരെ ഹദ്റത്തിലും നീ എത്തിക്കണം റഹ്മാനേ. അവരുടെ ദറജകളെ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാര്, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭാര്യമാര്, സന്താനങ്ങള്, ഭർത്താക്കന്മാർ, ഞങ്ങളെ ബന്ധപ്പെട്ട ആരെല്ലാം ജ്യേഷ്ഠാനുജന്മാര്, സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളെ വാളിന്റെ സദസ്സിൽ പങ്കെടുത്തവർ, ഞങ്ങളെ സ്നേഹിച്ച മൂമിനീങ്ങൾ, മൂമിനാത്തുകൾ, ലോകത്താര് എവിടെ മരിച്ചുപോയവരുണ്ടോ
അവരുടെ എല്ലാം ഖബറിൽ ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഒന്ന് നീ എത്തിക്കണം റഹ്മാനെ. ഇവിടുത്തെ മൈതാനിയിലെ മറവ് ചെയ്യപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ, അതുപോലെ ഞങ്ങളെ ഓരോ നാട്ടിലുമുള്ള മൈതാനികൾ മറവ് ചെയ്യപ്പെട്ടവർ, അവരുടെ എല്ലാം ഖബറിൽ ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. ഞങ്ങൾക്കും അവർക്കും നീ സ്വർഗം തരണം റഹ്മാനെ. അല്ലാഹുവേ, പലരും ഉമ്മ ബാപ്പമാരുടെ പേരിൽ സദഖ നൽകിയവരുണ്ട്. മരിച്ചുപോയവരുടെ പേരിൽ ആര് സദഖ ചെയ്തു അവരെ ഖബറിൽ അത് നീ എത്തിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളുടെ സദസ്സുകളും ഞങ്ങളുടെ ദുആകളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ഏത് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടോ മാപ്പാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ശിക്ഷിക്കരുത് റഹ്മാനെ, ഐബാക്കരുത് റഹ്മാനെ, കുറവാക്കരുത് റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ വിദേശ നാടുകളിൽ യാത്ര ചെയ്തപ്പോഴും ഇപ്പോൾ ഈ വരുന്ന വരവിലും പല സ്ഥലത്തും ആളുകൾ കൈ കാണിച്ച് നിർത്തി സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും വലുതും ചെറുതുമായ സംഖ്യകൾ പലരും നേർച്ചകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കൊന്നും ഒരു ഈർക്കിലി കഷ്ണം പോലും കൊടുക്കാൻ ഈ സാധുവായ എനിക്ക് കഴിവില്ല. നിനക്ക് കഴിയാത്തതൊന്നുമില്ല. ആരാണോ ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ ചെയ്തത്, ആരാണോ ഈ ഉറൂസ് പരിപാടിയിലേക്ക് നേർച്ചകളും സദഖകളും നൽകിയത്, ആരാണോ ഇവിടെ നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് സഹായിച്ചത്, അവരുടെയും ഞങ്ങളുടെയും ഹലാലായ സർവ്വ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനേ. ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനേ. ഏത് കിഡ്നിയുടെ രോഗവും ഹാർട്ടിന്റെ രോഗവും മാനസിക രോഗവും അൾസറും ട്യൂമറും പ്രഷറും ഷുഗറും പടച്ചറബേ ചർമ്മരോഗവും മനോരോഗവും അതുപോലെ കടച്ചിലും എരിച്ചിലും പുകച്ചിലും റബ്ബേ വാദവും പിത്തവും അലർജിയും കൈക്കും കാലിനുമുള്ള വേദനയും വിഷമവും കടച്ചിലും അതുപോലെ കണ്ണിനും കാതിനുമൊക്കെയുള്ള രോഗങ്ങളും അല്ലാഹുവേ ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനേ. സിറാജുൽ ഹുദക്ക് വലിയ സഹായം ചെയ്യുന്ന ചില വ്യക്തികൾ രോഗത്തിൽ കിടക്കുന്നത് നീ അറിയുമല്ലോ അല്ലാ. അവർക്ക് പരിപൂർണ ശിഫ നൽകണേ റഹ്മാനേ. ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനേ. ഞങ്ങൾ ആരെയും രോഗത്തിൽ വലക്കരുത് റഹ്മാനേ. കടങ്ങൾ വീട്ടിത്തരണം റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് തരണം റഹ്മാനേ. ഇണകളില്ലാത്തവർക്ക് ഇണകളെ നൽകണം റഹ്മാനേ. പടച്ച റബ്ബേ, ഹജ്ജും ഉംറയും കരുതിയവർക്ക് അത് എളുപ്പമാക്കണം റഹ്മാനേ. റഹ്മുർ-റഹീമീനായ റബ്ബേ, ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണം റഹ്മാനേ. ഞങ്ങളെ മക്കളുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് നീ എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ നാട്ടിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്കും അതുപോലെ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന നാട്ടുകാർക്കും ഇവിടെയുള്ള മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും നീ ഖൈർ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അർഹമുർ-റഹീമീനായ റബ്ബേ, എല്ലാ അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ കാക്കണം റഹ്മാനേ. ഹലാല് കൊണ്ട് ഞങ്ങൾക്ക് നീ മതിയാക്കണം റഹ്മാനേ. ഹറാമിലേക്ക് ഞങ്ങളെ നീ എത്തിക്കരുത് റഹ്മാനേ. എല്ലാ ശത്രുക്കളുടെ ശർറിൽ നിന്നും എല്ലാ ശർറുള്ളവരെ ശർറിൽ നിന്നും ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും നീ കാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളാരും മഅസൂമീങ്ങളായ നബിമാരല്ല, മഹ്ഫൂദീങ്ങളായ കുതുബുകളല്ല. അർഹമുർ-റഹീമീനായ റബ്ബേ, ഏത് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടോ, ഞങ്ങളെ ഉമ്മ ബാപ്പമാരിൽ നിന്നോ ഭാര്യമാരിൽ നിന്നോ സന്താനങ്ങളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഞങ്ങളെ സ്നേഹിച്ച ഏത് മൂമിന് ഏത് മൂമിനത്ത് ഏത് നാട്ടിൽ ഏത് ഭാഷയിൽ ഏതാണ് പെണ്ണ് എന്ത് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടോ അവർക്കും ഞങ്ങൾക്കും പരിപൂർണമായി മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങളാരെയും ശിക്ഷിക്കരുതേ റഹ്മാനെ. ഞങ്ങളാരെയും നരകത്തിലിട്ടേക്കരുത് റഹ്മാൻ. ഞങ്ങളാരെയും പരാജയപ്പെടുത്തരുത് റഹ്മാനെ.
ഞങ്ങളെ സർവ്വ മക്കളെയും സാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. പരീക്ഷ എഴുതിയവർക്കും എഴുതുന്നവർക്കും ഉന്നത വിജയം നൽകണേ റഹ്മാന്. അല്ലാഹുവേ, സാധുക്കളാണ് ഞങ്ങൾ, അറിവ് കുറഞ്ഞവരാണ് ഞങ്ങൾ, അമലില്ലാത്തവരാണ് ഞങ്ങൾ. ഞങ്ങളെ അമലുകളൊക്കെ ന്യൂനതകളുള്ളതാണെങ്കിലും നീ അത് ഖബൂൽ ചെയ്യണം റഹ്മാനെ, ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഇത് ഞങ്ങളുടെ അവസാനത്തെ ഉറൂസാക്കരുത് റഹ്മാനെ. ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ഞങ്ങളെ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീകൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് ആഫിയത്തോടെ നൽകണേ റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ റഹ്മാൻ.